നമസ്കാരം. തന്റെ മുന്നിൽ കാണുന്ന ആ ലിസ്റ്റിലൂടെ കണ്ണോടിക്കുന്ന ആ മനുഷ്യൻ ആ ലിസ്റ്റിലെ ഓരോ പേരിലേക്കും സസൂക്ഷ്മം നോക്കുകയാണ്. 3-ാം സ്ഥാനത്ത് ബെയ്ലി, 4-ാം സ്ഥാനത്ത് ടെയ്ലർ ജെയ്ഡിങ്. ഈ ടെയ്ലർ ജെയ്ഡിങ്ങിനെ നമ്മൾ അറിയും. ഈ ടെയ്ലർ ജെയ്ഡിങ് ഒരു നദിക്കരയിൽ ധ്യാനത്തിലിരിക്കുമ്പോഴാണ് അയാളോട് ഒരാൾ ലോഗൻ റൈസിനെ നേരിടാനായി സൺ ടെമ്പിളിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടത്. 5-ാം സ്ഥാനത്ത് മിസ്റ്റിക് ആർട്സ് ഓർഡറിന്റെ തലവനാണ്. 6-ാം സ്ഥാനത്ത് ബെലാർമോ മാർഷൽ ആർട്സിന്റെ തലവനാണ്. ആ ബെലാർമോ മാർഷൽ ആർട്സിന്റെ തലവനെ നമ്മൾ അറിയും. അയാളാണ് ഡസ്റ്റിനുമായി ഏറ്റുമുട്ടിയ ഹാൻ ഫീയിങ്ങിനോട് വീണ്ടും സൺ ടെമ്പിളിലേക്ക് ചെന്ന് ലോഗൻ റൈസിനെ തോൽപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. ആ ലിസ്റ്റിലൂടെ കണ്ണോടിച്ച മനുഷ്യന്റെ കണ്ണുകൾ 7-ാം സ്ഥാനത്ത് എത്തിയപ്പോൾ ആ ഹാളിലേക്ക് ഒരാൾ കടന്നു വന്നു. സാർ, ഒരു വാർത്തയുണ്ട്. റോജർ, എന്താ വാർത്ത? സാർ, ഹാൻ സിറ്റിന്ന് ലോർഡ് ഹാൻ സൺ ടെമ്പിളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ലോർഡ് ഹാൻ സൺ ടെമ്പിളിലേക്ക് നീങ്ങുന്നു. ആ വാർത്ത ആ ലിസ്റ്റ് പരിശോധിക്കുന്ന മനുഷ്യനെ ശരിക്കും അത്ഭുതപ്പെടുത്തുകയാണ്. വേൾഡ് ഷേക്കിംഗ് ലിസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന അയാളുടെ മുന്നിലിരിക്കുന്ന ആ ലോകത്തെ ഏറ്റവും പ്രമുഖരായ മാർഷൽ ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റിൽ 7-ാം റാങ്കുകാരനെ കുറിച്ചാണ് അവിടേക്ക് വന്ന റോജർ അയാൾ സൂചിപ്പിച്ചത്. എന്തിനാ ഈ ഹാൻ സൺ ടെമ്പിളിലേക്ക് പോകുന്നത്? സൺ ടെമ്പിൾ ആൾതാമസമില്ലാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ക്ഷേത്രത്തിലേക്ക് അധികം ആരും പോകാറില്ല. ഒരു വൻ മലയുടെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട ആ സൂര്യക്ഷേത്രം പിൽക്കാലത്ത് ബുദ്ധ ക്ഷേത്രമായി മാറിയിട്ടുണ്ട്. ആ ബുദ്ധക്ഷേത്രത്തിൽ അപൂർവമായിട്ട് ചില ബുദ്ധ സന്യാസികൾ പോകാറുണ്ടെന്ന് മാത്രം. തികച്ചും ഒറ്റപ്പെട്ട ഒരു മേഖലയാണ്. ഒരു കാടിനുള്ളിലാണ് ആ മലയും അതുപോലെ ആ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് എന്തിനാ ഈ ലോർഡ് ഹാൻ പോകുന്നത്? ആ ഒരു ചോദ്യം ആ മനുഷ്യൻ റോജറോടും കൂടെ നിൽക്കുന്ന ആളുകളോട് ചോദിക്കുമ്പോഴേക്കും മറ്റൊരു ഇൻഫർമേഷനായി വേറൊരാളെത്തി. അയാൾ ആ മനുഷ്യനോട് പറഞ്ഞു, മാസ്റ്റർ, സ്റ്റെർലിംഗിലെ റേഷു സൺ ടെമ്പിളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മേശപ്പുറത്തിരിക്കുന്ന വേൾഡ് ഷേക്കിംഗ് ലിസ്റ്റിലെ 8-ാം റാങ്കുകാരനാണ് ഇപ്പൊ ഇത് അയാളുടെ ആ മാർഷൽ ആർട്സ് കമ്പനിയിൽ നിന്ന് സൺ ടെമ്പിളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. സ്റ്റെർലിംഗ് എന്ന പേരുള്ള ആ കമ്പനി സ്റ്റോണിയയിൽ മാർഷൽ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. അവരുടെ ലീഡറാണ് വേൾഡ് നമ്പർ 8 റേഷു. അയാളും സൺ ടെമ്പിളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. സൺ ടെമ്പിളിലേക്ക് എന്തിനാ ഈ 7-ാം റാങ്കുകാരനും 8-ാം റാങ്കുകാരനും പോകുന്നത്? ആ ഒരു ചോദ്യം മാസ്റ്റർ അയാളുടെ അനുയായികളോട് ചോദിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് ഓടി വരികയാണ്. മറ്റൊരു ഇൻഫർമേഷനാണ് അയാൾ കൊണ്ടുവരുന്നത്. മാസ്റ്റർ, ഒരു സോഡ് എനർജി വെസ്റ്റ് ലൊക്കോസിയുടെ ഭാഗത്തുനിന്ന് സ്റ്റോണിയിലേക്ക് വരികയാണ്. പ്രത്യേകിച്ചും ആ സൺ ടെമ്പിളിന്റെ നേർക്കാൻ അത് നീങ്ങുന്നത്. നീ പറഞ്ഞു വരുന്നത്? അതെ മാസ്റ്റർ, സോഡ് മാസ്റ്റർ ബെയ്ലി വെസ്റ്റ് ലൊക്കോസിൽ നിന്ന് സ്റ്റോണിയിലേക്ക് കടക്കുകയാണ്. തികച്ചും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോ ആ മാസ്റ്റർ കേൾക്കുന്നത്. 10 കൊല്ലമായി ആരും കേൾക്കാതിരുന്ന ഒരു പേരാണ് ബെയ്ലി. ആ ബെയ്ലി ഇതാ വെസ്റ്റ് ലുക്കോസിൽ നിന്ന് സ്റ്റോണിയിലേക്ക് വരികയാണ്. ലോക 3-ാം റാങ്കുകാരനായ ബെയ്ലി എന്തിനാ സ്റ്റോണിയിലേക്ക് വരുന്നത്? പ്രത്യേകിച്ചും അയാളുടെ പാത സൺ ടെമ്പിളിന് നേരെയാണെന്ന് കേട്ടപ്പോൾ ആ ലിസ്റ്റ് പരിശോധിക്കുന്ന മാസ്റ്റർക്ക് വല്ലാത്തൊരു അസ്വസ്ഥ ഫീൽ ചെയ്തു. അയാൾ ഉടൻ അയാളുടെ കൂടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഉടൻ ലീയെ വിവരം അറിയിക്കണം. ലീയെ വിവരം അറിയിക്കാൻ ആ മാസ്റ്റർ ഒരാളെ ഏർപ്പാടാക്കി. അയാൾ ഉടൻ തന്നെ അവിടെ നിന്ന് അതിവേഗം പുറത്തേക്ക് നീങ്ങുകയാണ്. അയാളുടെ ലക്ഷ്യം ലീയാണ്. ലീയെ വിവരം അറിയിക്കാനായി ആ മനുഷ്യൻ പുറത്തേക്ക് പോയപ്പോൾ സ്വാഭാവികമായിട്ടും ആ ലിസ്റ്റ് പരിശോധിക്കുന്ന മാസ്റ്ററും അയാൾക്കൊപ്പമുള്ള ആളുകളും ആ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. എന്തിനായിരിക്കാം ബെയ്ലി സൺ ടെമ്പിളിലേക്ക് വരുന്നത്? എന്താ അവിടെ സംഭവിക്കുന്നത്? ആ ചോദ്യത്തിലുള്ള ഉത്തരം ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞതും ആ ടീമിന് കിട്ടി. പുതിയ ഇൻഫർമേഷൻ അവർ തേടി വന്നിരിക്കുകയാണ്. മാസ്റ്റർ, ലോഗൻ റൈസ് സൺ ടെമ്പിളിലേക്ക് നീങ്ങുകയാണ്. ലോഗൻ റൈസ് സൺ ടെമ്പിളിലേക്ക് നീങ്ങുന്നു എന്ന് കേട്ടതും ആ ഓഫീസിന് ചുമതല വഹിക്കുന്ന മാസ്റ്റർക്ക് കഥ മനസ്സിലായി. ലോഗൻ റൈസിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമാണ് സൺ ടെമ്പിളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് ലുക്കോസിലെ ഭരണാധികാരി റൂഫസ് റൈസിന്റെ വലങ്കൈയായിരുന്നു സാക്ഷാൽ ബെയ്ലി. ആ ബെയ്ലി കഴിഞ്ഞ 10 കൊല്ലമായി ഒരു ആക്ടിവിറ്റീസിലും പങ്കെടുക്കാതെ എവിടെയോ അജ്ഞാതവാസത്തിലായിരുന്നു. ആ അജ്ഞാതവാസം അവസാനിപ്പിച്ച് അയാൾ ഇതാ സ്റ്റോണിയിലേക്ക്, പ്രത്യേകിച്ച് സൺ ടെമ്പിളിലേക്ക് വരികയാണ്. അങ്ങനെ അയാൾ വരുന്നത് ഉറപ്പായും ലോഗൻ റൈസിനെ സപ്പോർട്ട് ചെയ്യാനായിരിക്കും. റൂഫസ് റൈസിനെ വെസ്റ്റ് ലുക്കോസിയെ ബിൽഡ് ചെയ്യാൻ സഹായിച്ചത് 3 ആളുകളാണ്. അതിലൊരാൾ സോഡ് മാസ്റ്റർ എന്നറിയപ്പെടുന്ന ബെയ്ലിയാണ്. ബെയ്ലിക്കൊപ്പം ആൽബർട്ടും ഗ്രിഗറി ജോൺസുമാണ് റൂഫസിന്റെ കൂടെ നിന്ന് വെസ്റ്റ് ലുക്കോസിയ ബിൽഡ് ചെയ്യുന്നത്. റൂഫസ് റൈസിന്റെ കുടുംബത്തിന് ഏകദേശം 11 കൊല്ലങ്ങൾക്ക് മുമ്പ് ദുരന്തം ഉണ്ടായ അന്ന് മുതലാണ് ഗ്രിഗറി ജോൺസിനെയും അതുപോലെ ബെയ്ലിയെയും രംഗത്തുനിന്ന് കാണാതായത്. ഇപ്പൊ ഇതാ ബെയ്ലി രംഗത്തെത്തിയിരിക്കുകയാണ്. വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഈ വിവരങ്ങൾ ക്രോഡീകരിക്കുന്ന ആ ഓഫീസറുടെ ചുമതലയുള്ള മാസ്റ്റർക്ക്
വിവരം എത്രയും പെട്ടെന്ന് ലീയെ അറിയിക്കാനുള്ള ആഗ്രഹം കൂടി വരികയാണ്. അയാൾ വീണ്ടും ഒരാളെ കൂടി ലീയെ വിവരം അറിയിക്കാൻ വിട്ടു. ഈ സമയത്ത് മറ്റൊരു ബിൽഡിങ്ങിൽ അനവധി ആളുകൾ ഒരു മുറിയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ നോക്കി നിൽക്കുന്ന ആളുകൾ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ മുറിയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത്. അവരങ്ങനെ അക്ഷമയോട് നിൽക്കുകയാണ്. അങ്ങനെ അവർ കാത്തു നിൽക്കുമ്പോൾ ഒരു ശബ്ദത്തോടുകൂടി മുറിയുടെ വാതിലങ്ങ് തുറക്കപ്പെട്ടു. വാതിൽ തുറന്നതും അകത്തേക്ക് നോക്കുന്ന അവർ കാണുന്നത് ഏതാണ്ട് വായുവിൽ നിൽക്കുന്ന ലീയെയാണ്. ലീ ധ്യാനത്തിലാണ്. അയാൾ തറയെ തൊടാതെ വായുവിൽ നിൽക്കുകയാണ്. ഒരു അസാധ്യ കാഴ്ച എന്നേ അതിനെ നമുക്ക് വിളിക്കാൻ പറ്റും. ആളുകൾ അമ്പരപ്പോടെ ആ മുറിയിലെ ആ കാഴ്ച ഇങ്ങനെ നോക്കുമ്പോഴേക്കും ലീയുടെ കാലുകൾ സാവധാനം തറയിൽ തൊട്ടു. ലീ വാതിൽക്ക് നിൽക്കുന്ന അവരെ അകത്തേക്ക് വിളിച്ചു. അയാളുടെ അനുയായികളാണ് വാതിൽക്ക് നിൽക്കുന്നത്. അവരകത്തേക്ക് വന്നതും ലീ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്? മാസ്റ്റർ ലീ, ഒരു വാർത്ത അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. അതെ, അതെനിക്ക് മനസ്സിലായി. എന്ത് വാർത്തയാണ് നിങ്ങൾക്ക് അറിയിക്കാനുള്ളത്? മാസ്റ്റർ ലീ, ലോഗൻ റൈസ് സൺ ടെമ്പിളിലേക്ക് നീങ്ങുകയാണ്. ലോഗൻ സൺ ടെമ്പിളിലേക്ക് പോകുന്നു? അവൻ അത്ര ധൈര്യമോ? ലീ അങ്ങനെ പറഞ്ഞുകൊണ്ട് ശരിക്കും അയാളുടെ കാലുകൾ തറയിലൊന്നും ഉറപ്പിച്ചതും അയാൾക്ക് ചുറ്റും ഒരു വല്ലാത്ത പ്രകാശം ഉണ്ടാവുകയാണ്. അതിശക്തനായ ലീ അയാളുടെ അനുയായികളോട് പറഞ്ഞു, അവൻ സ്റ്റോണിലേക്ക് വരാൻ പാടില്ലായിരുന്നു. അവൻ സ്റ്റോണിലേക്ക് വന്ന സ്ഥിതിക്ക് ഇനി അവൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ട് ലീ അയാളുടെ അനുയായികളോട് പറഞ്ഞു, ഞാനും സൺ ടെമ്പിളിലേക്ക് നീങ്ങുകയാണ്. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം. ഒരു കാരണവശാലും നമ്മുടെ ഡ്രാഗൺ വെയിനിന് ഒന്നും സംഭവിക്കരുത്. ഡ്രാഗൺ വെയിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി നിങ്ങൾ ഇവിടെ ഉണ്ടാകണം. അങ്ങനെ പറഞ്ഞിട്ട് ലീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരത്തെ ആ മാസ്റ്റർ ലീയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ട ആള് ഓടി അവിടെ എത്തി. സർ ലീ, ഒരു ഇൻഫർമേഷൻ ഉണ്ട്. എന്താണ്? സർ ലീ, ബെയ്ലി സൺ ടെമ്പിളിലേക്ക് നീങ്ങുകയാണ്. ബെയ്ലി സൺ ടെമ്പിളിലേക്ക് നീങ്ങുന്നു. അവൻ അജ്ഞാതവാസത്തിന് പുറത്തു വന്നു. ശരിക്കും അമ്പരപ്പിക്കുന്നതാണ് ബെയ്ലിയുടെ മടങ്ങിവരവ്. വേൾഡ് റാങ്ക് ലിസ്റ്റിൽ രണ്ടാമനാണ് ലീ യുവാൻവു. ലീ യുവാൻവുവിന്റെ താഴെ 3ാം റാങ്കുകാരനാണ് ബെയ്ലി. ബെയ്ലി സൺ ടെമ്പിളിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്ത കേട്ടതും ലീ ഒരിക്കൽ കൂടി അയാളുടെ അനുയായികളോട് പറഞ്ഞു, നോക്ക്, ഇവിടെ നിങ്ങളുടെ ഗാർഡ് ഉണ്ടാവണം. ഡ്രാഗൺ വെയിന് ഒന്നും സംഭവിക്കരുത്. എന്തോ അസ്വാഭാവികമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണെന്ന് ലീ യുവാൻവുയ്ക്ക് തോന്നിയത് കൊണ്ടാണ് ലീ ആ കാര്യം അങ്ങനെ പറഞ്ഞത്. ഇവിടെ ഈ സംഭാഷണം ഇങ്ങനെ നടക്കുമ്പോൾ ഡസൻ റൈസ് അയാളുടെ കാറിൽ അതിവേഗം സൺ ടെമ്പിൾ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അധികം തടസ്സങ്ങളൊന്നുമില്ലാതെ ഡസന്റെ കാറ് ഒരു വനപ്രദേശത്തെത്തി. അവിടെ നിന്ന് കാറിൽ മുന്നോട്ട് പോകാനാവില്ല. ഡസൻ തന്റെ കാറ് മറ്റ് ആരുടെയും ശ്രദ്ധയപ്പെടാത്ത ശൈലിയിൽ ഒന്ന് ഒതുക്കി മാറ്റിയിട്ടതിനു ശേഷം ആ കാട്ടിലേക്ക് കടന്നു. ആ കാട് അധികം ആളുകളാരും ഉപയോഗിക്കാത്ത ഒന്നാണെന്ന് ആ കാട്ടിലേക്ക് കടക്കുമ്പോൾ ഡസന് അങ്ങ് ദൂരെയായി ആ മല കാണാം. ആ മലയിലേക്കുള്ള കാട്ടിലൂടെയുള്ള വഴി അധികം ആളുകൾ ഉപയോഗിക്കുന്നതല്ല എന്ന് അതുവഴി നടന്നു തുടങ്ങിയ ഡസന് അപ്പോൾ തന്നെ മനസ്സിലായി. ശരിക്കും വഴിയെന്ന് പറയാൻ വേണ്ടി അങ്ങനെ ഒരു പാത അവിടെ ഇല്ല. എന്തായാലും ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞതും ഡസൻ റൈസ് ആ കൂറ്റൻ മലയുടെ താഴെ എത്തി. അധികം ബുദ്ധിമുട്ടില്ലാതെ ഡസൻ നടന്ന് മലയുടെ മുകളിൽ വന്നു. ഒരു തരത്തിലുള്ള തടസ്സവും ഡസന് ഈ യാത്രക്കിടയിൽ ഉണ്ടായിട്ടേയില്ല. ഡസൻ റൈസ് മുകളിലെത്തുമ്പോൾ അവിടെ 2 ബുദ്ധ സന്യാസിമാരുണ്ട്. ആ ബുദ്ധ സന്യാസിമാരെ കണ്ടതും ഡസൻ അവരോട് പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ പ്രധാന സന്യാസിയെ ഒന്ന് കാണണം. അദ്ദേഹത്തെ അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല. അദ്ദേഹം അങ്ങനെ ആരെയും കാണാൻ തയ്യാറാകുന്ന കക്ഷിയുമല്ല. ഹലോ, എനിക്ക് കാണേണ്ടത് ലീ നാഷിനെയാണ്, പ്രിൻസ് ഓഫ് വെയിൽസ്. പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന പദം ഡസൻ റൈസ് പറഞ്ഞതും ആ 2 സന്യാസിമാരുടെയും മുഖം ഒന്ന് മങ്ങി. ശരിക്കും അവരുടെ മുഖത്തുണ്ടാകുന്ന ആ അമ്പരപ്പ് ഡസൻ റൈസ് വായിച്ചെടുക്കുകയും ചെയ്തു. ഡസനോട് അവർ പറഞ്ഞു, അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. നോക്ക്, അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ ദ്രോഹിക്കാനൊന്നുമല്ല വന്നത്. എനിക്ക് അദ്ദേഹത്തെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഡസൻ തന്റെ ആഗമന ഉദ്ദേശം അവരോട് പറഞ്ഞിട്ടും ആ സന്യാസിമാർ ഡസനെ അകത്തേക്ക് കടത്തുവാൻ മടിക്കുകയാണ്. ഡസൻ അവരോട് പറഞ്ഞു, നോക്ക്, എനിക്ക് ഫോഴ്സ് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, നിങ്ങൾ സന്യാസിമാരായതുകൊണ്ട് ഫോഴ്സ് ഉപയോഗിക്കേണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ്. ഡസൻ അങ്ങനെ പറഞ്ഞതും അകത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് വന്നു. എന്താ ഇവിടെ അങ്ങനെ ചോദിച്ചുകൊണ്ട് അയാൾ അങ്ങോട്ട് വരുന്നത്? ഡസൻ അയാളുടെ കാര്യം പറഞ്ഞതും അയാൾ ഡസനെയും കൊണ്ട് അകത്തേക്ക് നടന്നു. ഡസൻ ആ മനുഷ്യരുമായി അകത്തേക്ക് നടക്കുമ്പോൾ ഡസൻ ആ അമ്പലത്തിന്റെ അകം ശരിക്കും ശ്രദ്ധാപൂർവം ഒന്ന് പഠിച്ചു പോവുകയാണ്. വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബുദ്ധ ദേവാലയത്തിനകത്താണ് ഇപ്പോൾ ഡസൻ ഉള്ളത്. നേരത്തെ സൂര്യക്ഷേത്രമായിരുന്നു അതെന്ന് സൂചിപ്പിക്കുന്ന ശൈലിയിലുള്ള എല്ലാ നിർമ്മിതികളും അവിടെയുണ്ട്. ഡസൻ അതൊക്കെ കണ്ട് അയാൾക്കൊപ്പം നടന്ന് എത്തിയത് ഒരു അകത്തളത്തിലാണ്. ആ അകത്തളത്തിൽ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ട്. അയാൾ ധ്യാനത്തിലാണ്. ആ ചെറുപ്പക്കാരനെ ചൂണ്ടി ഡസനെ അവിടെ എത്തിച്ച മനുഷ്യൻ പറഞ്ഞു, അതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ആള്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും ഡസൻ നടന്ന് ആ സന്യാസിയുടെ അടുത്ത് വന്നു.
ധ്യാനത്തിലിരിക്കുന്ന സന്യാസിയുടെ അടുത്ത്. ഡസ്റ്റൻ അയാളുടെ അടുത്തെത്തിയതും ആ മനുഷ്യൻ കണ്ണു തുറന്നു. ശരിക്കും മനോഹരമായ കണ്ണുകളുള്ള ആ മനുഷ്യൻ കണ്ണു തുറന്ന് ഡസ്റ്റൻ ഒന്ന് നോക്കി. ആരാ? പ്രിൻസ് ഓഫ് വെയിൽസ്, ഞാൻ ലോഗനാണ്. ഹേയ് ലോഗൻ, എത്ര നാളായി കണ്ടിട്ട്. ഇരിക്കെ. ലോഗൻ റൈസിനെ കണ്ടപ്പോ ആ മനുഷ്യന്റെ മുഖത്ത് സന്തോഷമുണ്ട്. ലോഗൻ ഇരുന്നതും പ്രിൻസ് ഓഫ് വെയിൽസ് ലിയോൺ നാഷ് ഡസ്റ്റനോട് പറഞ്ഞു, ലോഗൻ സോറി, എല്ലാ കാര്യങ്ങൾക്കും സോറി. തുടക്കത്തിൽ തന്നെ ക്ഷമ പറയുകയാണ് പ്രിൻസ് ഓഫ് വെയിൽസ്. അത് കേട്ടതും ഡസ്റ്റൻ പറഞ്ഞു, പ്രിൻസ്, ഞാൻ വന്നത് ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. ലോഗൻ വന്നതിന്റെ ഉദ്ദേശം എനിക്കറിയാം. അന്ന് എന്ത് സംഭവിച്ചു എന്നറിയാനല്ലേ ലോഗൻ വന്നത്? അതെ, അതിനാ ഞാൻ വന്നത്. ലോഗന്റെ പിതാവും ഞാനും സുഹൃത്തുക്കളാണ്. ലോഗന്റെ പിതാവ് എന്നെ, ലോഗനെയും അമ്മയും കൂടെയുള്ള ആളുകളെയും സംരക്ഷിക്കാനായി ഏൽപ്പിച്ചിട്ടാണ് വെസ്റ്റ് ലുക്കോസിലേക്ക് പോയത്. പക്ഷെ എനിക്ക് അന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയില്ല. ഡസ്റ്റൻ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രിൻസ് ഓഫ് വെയിൽസ് പറയുന്നത്. ഡസ്റ്റൻ റൈസിനെയും ഡസ്റ്റന്റെ അമ്മയും സംരക്ഷിക്കാൻ അന്ന് റൂഫസ് റൈസ് പ്രിൻസിനോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷെ പ്രിൻസിന് അത് പറ്റിയില്ല. ഡസ്റ്റൻ അറിയേണ്ടത് അതിന്റെ കാരണമാണ്. ഡസ്റ്റൻ പ്രിൻസിനോട് ചോദിച്ചു, പ്രിൻസ്, എനിക്കറിയേണ്ടത് അതിന്റെ കാരണമാണ്. എന്താ സംഭവിച്ചത്? ലോഗൻ, ഞാനൊരു ചോദ്യം ചോദിക്കാം. ലോഗൻ, ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല. ലോഗൻ, ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലാണ് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഏറ്റവും ശക്തമായ സംവിധാനം. പ്രിൻസ് പറയുന്നത് രാജ അധികാരത്തെക്കാൾ ശക്തമാണെന്നാണോ? അതെ ലോഗൻ, രാജ അധികാരത്തെക്കാൾ ശക്തമാണ് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ. അവരാണ് സകല തീരുമാനങ്ങളും എടുക്കുന്നത്. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ തലവൻ ലീ യുവാൻവു സർവശക്തനാണ്. അയാളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ മാത്രമേ എംപർക്ക് പറ്റൂ. പറയുന്നത് ചക്രവർത്തിയുടെ അനുജനായ ലിയോൺ നാഷാണ്. ചക്രവർത്തിയും ഭരണകൂടവും ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിനെ അനുസരിക്കുന്ന ഒരു സംഭവം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന് മുന്നിൽ ചക്രവർത്തി വെറും ഒരു പാവയാണ്. ആ കാര്യമാണ് ലിയോൺ നാഷ് ഇപ്പോൾ ഡസ്റ്റനോട് പറഞ്ഞത്. അത് കേട്ടപ്പോ ഡസ്റ്റൻ ശരിക്കും അമ്പരപ്പ് തോന്നുകയാണ്. ചക്രവർത്തി സർവശക്തനാണ്. ആ ചക്രവർത്തി പോലും ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തിലെ ഏതൊരാളും ഞെട്ടിപ്പോവും. ആ ഞെട്ടൽ ഡസ്റ്റനുമുണ്ട്. ഡസ്റ്റന്റെ മുഖത്തെ അമ്പരപ്പ് വായിച്ച് പ്രിൻസ് ഡസ്റ്റനോട് പറഞ്ഞു, ലോഗൻ, ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ രാജ്യത്തിലെ സകല തീരുമാനങ്ങളും ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലുമായി കണക്റ്റഡ് ആണ്. അവരാഗ്രഹിക്കാത്ത ഒരു കാര്യവും ഇവിടെ സംഭവിക്കില്ല. പ്രിൻസ് ആ കാര്യം സൂചിപ്പിച്ചതും ഡസ്റ്റൻ പ്രിൻസിനോട് ചോദിച്ചു, അല്ല, പ്രിൻസ് പറഞ്ഞു വരുന്നത് എന്റെ അമ്മയുടെ മരണത്തിന്റെ ഉത്തരവാദി ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ ആണെന്നാണോ? ലോഗൻ ചോദിച്ചത് ശരിയായ ചോദ്യമാണ്. അന്ന് നടന്ന സകല സംഭവങ്ങളുടെ പിന്നിൽ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലാണ്. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലാണ് റൂഫസ് റൈസിന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ കൊലപ്പെടുത്താനുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ആ കാര്യം ചക്രവർത്തിയുടെ സഹോദരൻ പ്രിൻസ് ഓഫ് വെയിൽസ് വ്യക്തമായിട്ട് തന്നെ ഡസ്റ്റനോട് സൂചിപ്പിക്കുകയാണ്. അത് കേട്ടതും ഡസ്റ്റൻ ചോദിച്ചു, അല്ല പ്രിൻസ്, എന്തിനാ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഞങ്ങളെ ആക്രമിക്കണം? ഞങ്ങളും അവരുമായിട്ട് ഒരു തരത്തിലുള്ള എതിർപ്പ് ഉണ്ടായിട്ടില്ലല്ലോ. ലോഗൻ, അങ്ങനെയല്ല കഥ. 10 കൊല്ലങ്ങൾക്ക് മുമ്പ് വെസ്റ്റ് ലുക്കോസിയിലെ റൂഫസ് റൈസ് ഈ രാജ്യത്തെ ഏറ്റവും ശക്തനായിരുന്നു. റൂഫസ് റൈസിന്റെ ആ വളർച്ച ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന് വല്ലാതെ അസ്വസ്ഥയുണ്ടാക്കി. റൂഫസ് റൈസ് ഇനിയും വളർന്നാൽ അത് തങ്ങളുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമായി മാറുമെന്ന് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന് തോന്നിയിരുന്നു. ആ തോന്നലാണ് സകലതിന്റെയും ബേസ്. പ്രിൻസ്, അങ്ങനെയെങ്കിൽ വെസ്റ്റ് ലുക്കോസി അവരെ ആക്രമിക്കുകയല്ലേ വേണ്ടത്? അതിനു പകരം ഞങ്ങളുടെ കുടുംബത്തെ ആക്രമിച്ചെന്തിനാണ്? ലോഗൻ, അവിടെയാണ് നിങ്ങൾ ഓരോരുത്തരും പ്രശ്നക്കാരാകുന്നത്. അന്ന് ഈ വേൾഡ് ഷെയ്ക്കിംഗ് ലിസ്റ്റിൽ 5ാം റാങ്ക് ലോഗന്റെ അമ്മയ്ക്കാണ്. ലോഗൻ അതറിയൂ? ലോകത്തെ ഏറ്റവും ശക്തരായ മാർഷൽ ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ 5ാം റാങ്ക് ലോഗന്റെ അമ്മയ്ക്കായിരുന്നു എന്നുള്ള ആ വാർത്ത ലോഗന് അറിയാവുന്ന കാര്യമാണ്. ലോഗന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പ്രിൻസ് ലോഗനോട് പറഞ്ഞു, ലോഗൻ അന്ന് 15 വയസ്സാണ്. 15 വയസ്സിൽ ലോഗൻ ഗ്രാൻഡ് മാസ്റ്ററായി. ലോഗന്റെ അമ്മ റൂഫസ് റൈസ്, നിങ്ങൾ 3 പേരും അതിശക്തരാണ്. പിന്നെ നിങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ആ 5 ലക്ഷം സേനയും, പിന്നെ ഇവയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ബെയ്ലിയും ആൽബർട്ടും അതുപോലെ ഗ്രിഗറി ജോൺസും. ഈ ടീം ശരിക്കും ഈ രാജ്യത്തിലെ ഏറ്റവും ശക്തമായ സംവിധാനമാണ്. അതുകൊണ്ടാണ് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ നിങ്ങളെ അവസാനിപ്പിക്കാനായി ഒരു പരിപാടി നോക്കിയത്. ലോഗൻ റൈസ് വളർന്നു വരുന്നത് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. അതുപോലെ ലോകത്തിലെ 5ാം റാങ്കുകാരിയായി മാറിക്കഴിഞ്ഞ ലോഗന്റെ അമ്മ ഇനിയും മുന്നോട്ട് പോയാൽ 2ാം റാങ്കുകാരനായ ലീ യുവാൻവുവിന് വരെ പ്രശ്നമാകുമെന്ന് ലീ യുവാൻവുവിന് തോന്നിയത് കൊണ്ടാണ് ലീ യുവാൻവു അട്ടിമറിക്ക് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചത്. പ്രിൻസ് ഡസ്റ്റനോട് പറഞ്ഞു, ലോഗൻ, ഈ
ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ സകല തീരുമാനങ്ങളും എടുക്കുന്നത് ലീ യുവാൻവു ആണ്. അയാൾ അതിശക്തനാണ്. വേൾഡ് റാങ്കിൽ 2ാം സ്ഥാനക്കാരനാണ് അയാൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. അതുകൊണ്ടാണ് അയാൾ ഒരു അട്ടിമറി പ്ലാൻ ചെയ്തത്. ആ അട്ടിമറിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനായി എനിക്ക് പറ്റുമായിരുന്നു. പക്ഷേ എന്നെ അന്ന് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലുകാർ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല. റൂഫസ് റൈസിന്റെ സുഹൃത്തു കൂടിയായ പ്രിൻസ് ലിയോൺ നാഷ് അന്ന് കൊട്ടാരത്തിൽ തടങ്കിലാക്കപ്പെട്ടതുപോലെയായിരുന്നു. റൂഫസ് റൈസിന്റെ കുടുംബത്തിന് ഒരു തരത്തിലുള്ള സഹായവും പ്രിൻസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാതിരിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്തിരുന്നുവെന്നാണ് പ്രിൻസ് ഇപ്പോ ലോഗനോട് പറയുന്നത്. കാര്യങ്ങൾ കേട്ടപ്പോൾ ലോഗൻ ശരിക്കും കൊണ്ട് വിറയിൽ വരികയാണ്. ഇതുവരെ ലോഗൻ കരുതിയിരുന്നത് ചക്രവർത്തിയുമായി ബന്ധപ്പെട്ട ആരോ അയാളുടെ അമ്മയുടെ മരണത്തിൽ പങ്കാളിയാണെന്നാണ്. ഇപ്പൊ ഇതാ ലോഗൻ അറിയുന്നത് ചക്രവർത്തിയും അയാളുടെ കുടുംബവും ഇതിൽ നിരപരാധികളാണ്. ചക്രവർത്തി ഇവരെ നിയന്ത്രിക്കുന്ന ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലുകാർ രാജ്യത്തിന്റെ ഒരു ത്രെട്ടാണ് റൂഫസ് റൈസ് എന്ന് കണ്ട് റൂഫസ് റൈസിന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ ഒരു ശ്രമം നടത്തിയതാണ്. കഥ ഇപ്പോ പകൽ പോലെ വ്യക്തമാണ്. ഡസ്റ്റിൻ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രിൻസ് ഡസ്റ്റിനോട് പറഞ്ഞു, ലോഗൻ ഒരു കാര്യം കൂടി എനിക്ക് ലോഗനോട് പറയാനുണ്ട്. പ്രിൻസ് എന്താ അത്? ലോഗൻ അന്നത്തെ സംഭവങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ലോഗന് മറക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ് 11 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായത്. ലോഗൻ റൈസും ലോഗന്റെ അമ്മയും ഗ്രിഗറി ജോൺസും മറ്റ് വേണ്ടപ്പെട്ട ആളുകളെല്ലാം കൂടി സ്റ്റോണിക്കുള്ളിലെ ഫോർബിഡൻ സിറ്റി കണ്ടതിന് ശേഷം അവിടെ നിന്ന് വെസ്റ്റ് ലൂക്കോസിലേക്ക് പോകാനായി പുറത്തേക്ക് വരുമ്പോഴാണ് കലാപകാരികൾ അവരെ വളയുന്നത്. 10,000-കണക്കിന് ആളുകളാണ് അന്ന് അവരെ വളഞ്ഞത്. ആ ആളുകളും വെസ്റ്റ് ലൂക്കോസിയുടെ ടീമും തമ്മിൽ ശരിക്കും ഒരു യുദ്ധം തന്നെയാണ് അന്ന് ആ ഫോർബിഡൻ സിറ്റിക്കുള്ളിൽ ഉണ്ടായത്. ശരിക്കും ഒരു ചതിയാണ് അവിടെ ഉണ്ടായത്. സകല സ്ഥലത്തുകൂടിയും അവർ അറ്റാക്ക് ചെയ്യപ്പെടുകയായിരുന്നു. ആ അറ്റാക്ക് 3 ദിവസം സ്റ്റോണിയെ സ്തംഭിപ്പിച്ചു എന്ന് പറയാം. സ്റ്റോണിയിൽ ഒരു നായാട്ടം നടന്നത്. വെസ്റ്റ് ലൂക്കസിലെ മിടുക്കരായ ആ സേനയും ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിനെ റെപ്രസെന്റ് ചെയ്യുന്ന വൻ സൈന്യം തമ്മിലുള്ള രക്തരൂക്ഷിതമായ ഒരു സംഘടനമാണ് സ്റ്റോണിയിൽ 3 പകലും രാത്രിയും നിറഞ്ഞാടിയത്. 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. വെസ്റ്റ് ലൂക്കോസിന്റെ ഭരണാധികാരി റൂഫസ് റൈസിന്റെ ഭാര്യ ലോഗൻ റൈസിന്റെ അമ്മ ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുമ്പോൾ ശരിക്കും ഭ്രാന്തനെ പോലെ അലറി വിളിച്ചുകൊണ്ട് ലോഗൻ റൈസ് അന്ന് ആ നഗരത്തിൽ ഉണ്ടാക്കിയ കലാപം സകലർക്കും അറിവുള്ളതാണ്. രഹസ്യരേഖയാണ് ആ കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ച് ലോഗൻ ആലോചിച്ചപ്പോൾ പ്രിൻസ് ലോഗനോട് പറഞ്ഞു, ലോഗൻ, നിങ്ങൾ വെസ്റ്റ് ലൂക്കോസിലേക്ക് പോകാൻ തിരഞ്ഞെടുത്ത വഴി ശരിക്കും ഒരു രഹസ്യ മാർഗമാണ്. ആ വഴിയിൽ എങ്ങനെ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട ആളുകൾ എത്തി എന്ന് എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? പ്രിൻസ് ഓഫ് വെയിൽസിന്റെ ആ ചോദ്യം കേട്ടപ്പോൾ ഡസ്റ്റിന് ഒരു അമ്പരപ്പ്. ഫോർബിഡൻ സിറ്റിയിൽ നിന്ന് രഹസ്യമായി പുറത്തേക്ക് വരാനുള്ള വഴിയിലൂടെയാണ് യഥാർത്ഥത്തിൽ വെസ്റ്റ് ലൂക്കോസിൽ നിന്ന് ആ ടീം പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് അവരെ കലാപകാരികൾ വളഞ്ഞത്. അവർ ആ വഴി വരികയാണെന്ന് നേരത്തെ അറിഞ്ഞാൽ മാത്രമേ അത്രയും ആളുകളെ അവിടെ സംഘടിപ്പിക്കാൻ പറ്റൂ. അതിനെക്കുറിച്ച് ലോഗൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ പ്രിൻസ് ഓഫ് വെയിൽസ് അത് സൂചിപ്പിച്ചപ്പോൾ ലോഗന്റെ മനസ്സിലേക്ക് ആ കാര്യമാണ് കടന്നു വരുന്നത്. പ്രിൻസ് പറയുന്നത് ഞങ്ങളുടെ വഴി നേരത്തെ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന് അറിയാമായിരുന്നു എന്നാണോ? ലോഗൻ, അറിയാമായിരുന്നു എന്നുള്ളത് 100% സത്യമാണ്. അതുകൊണ്ടാണ് അവിടെ അവർ നേരത്തെ കൂട്ടി ചതിക്കുഴികൾ ഒരുക്കിയിരുന്നത്. ലോഗൻ ഓർമ്മയുണ്ടാകും, നിങ്ങളെ പതിയിരുന്ന് ആക്രമിക്കാനായി പീരങ്കികളും തോക്കുകളുമായി വൻ സേനയാണ് കാത്തിരുന്നത്. അവിടെ കൃത്യമായി ആ പീരങ്കികളും സൈന്യവും കാത്തിരിക്കണമെങ്കിൽ നിങ്ങൾ അതുവഴി വരുമെന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരിക്കണം. നിങ്ങളുടെ യാത്രയുടെ റൂട്ട് ആരാ തീരുമാനിച്ചത്? പ്രിൻസിന്റെ ചോദ്യം കേട്ടതും ലോഗൻ പറഞ്ഞു, അത് അങ്കിൾ സ്ട്രാറ്റ്ഫോർഡാണ്. അങ്കിൾ സ്ട്രാറ്റ്ഫോർഡാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതേ ലോഗൻ, നീ പറഞ്ഞ അങ്കിൾ സ്ട്രാറ്റ്ഫോർഡ് അയാളാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ ചതിച്ചത്. പ്രിൻസ് ഓഫ് വെയിൽസിന്റെ ആ വാചകം ശരിക്കും ഡസ്റ്റിനെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. റൂഫസ് റൈസിന്റെ വലങ്കയായി അംഗരക്ഷക ടീമിന്റെ തലവനായി കൂടെയുള്ള ആളാണ് ജനറൽ സ്ട്രാറ്റ്ഫോർഡ്. ജനറൽ സ്ട്രാറ്റ്ഫോർഡ് വെസ്റ്റ് ലൂക്കോസിയുടെ ആ രാജകുടുംബത്തിന്റെ അംഗരക്ഷകൻ മാത്രമല്ല, സൈന്യത്തിലെ പ്രധാന ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹമാണ് വെസ്റ്റ് ലൂക്കോസിൽ നിന്ന് സ്റ്റോണിലേക്കുള്ള അവരുടെ യാത്രയുടെ റൂട്ട് തീരുമാനിച്ചതും തിരിച്ചുള്ള റൂട്ട് തീരുമാനിച്ചതൊക്കെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. റാണിയും ലോഗനും മറ്റ് അനുയായികളും ഒക്കെ അവരുടെ വാഹനങ്ങളിൽ ഫോർബിഡൻ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. അവരങ്ങനെ വരുമ്പോഴാണ് കലാപകാരികൾ അവർ വളയുന്നതും ആക്രമണം നടക്കുന്നതും. ആ ആക്രമണം നടക്കുന്ന സമയത്ത് ജനറൽ സ്ട്രാറ്റ്ഫോർഡ് അതിധീരമായി കലാപകാരികൾക്കെതിരെ പൊരുതിയത് ഇപ്പോഴും ലോഗന് ഓർമ്മയുണ്ട്. ലോഗൻ പ്രിൻസിനോട് പറഞ്ഞു, പ്രിൻസ്, അത് അങ്കിൾ ശക്തമായിട്ട് കലാപകാരികളോട് ഏറ്റുമുട്ടിയതും അദ്ദേഹം കൊല്ലപ്പെട്ടതും ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ലോഗൻ, അവിടെയാണ്
ഏറ്റവും വലിയ കബളിപ്പിക്കൽ നടന്നത്. എനിക്ക് ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഒരു സംശയം തോന്നിയതുകൊണ്ട് ഞാൻ സകല ബോഡികളും പരിശോധിച്ചിരുന്നു. ജനറൽ സ്റ്റാൻഫോർഡിന്റെ ഡെഡ് ബോഡി ഞാൻ വ്യക്തമായി പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ ഡ്രസ്സുകൾ അണിഞ്ഞ ഒരു ഡെഡ് ബോഡി കിട്ടിയിരുന്നു. ആ ബോഡി വ്യക്തമായി പരിശോധിച്ച് എനിക്ക് ഒരു കാര്യം ലോഗന് ഉറപ്പ് നൽകാൻ പറ്റും. പ്രിൻസ് എന്താ പറഞ്ഞ? ലോഗൻ, അത് സ്റ്റാൻഫോർഡിന്റെ ബോഡിയെ ആയിരുന്നില്ല. നീ അങ്കിൾ സ്റ്റാൻഫോർഡ് എന്ന് വിളിക്കുന്ന ആ ജനറൽ സ്റ്റാൻഫോർഡ് യഥാർത്ഥത്തിൽ നിങ്ങളെ ചതിക്കുകയായിരുന്നു. പ്രിൻസ് പറയുന്നത്? അതെ ലോഗൻ, ഞാൻ പറയുന്നത് അത് തന്നെയാണ്. നിങ്ങളെ ചതിക്കാനായി ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കിയിരുന്നത് ഈ സ്റ്റാൻഫോർഡാണ്. സ്റ്റാൻഫോർഡ് അതിനുശേഷം അയാളുടെ പേരും രൂപവും ഭാവവും എല്ലാം മാറ്റിയിട്ടുണ്ട്. അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അക്കാര്യം എനിക്ക് 100% ഉറപ്പാണ്. മറ്റൊരു പേരിൽ മറ്റൊരു രൂപത്തിൽ അയാൾ ഇവിടെ എവിടെയോ ഉണ്ട്. വെസ്റ്റ് ലൂക്കോസിയുടെ അനന്തര അവകാശിയും രാജാവായ റൂഫസ് റൈസിന്റെ ഭാര്യയും കൊല്ലാൻ തീരുമാനിച്ച ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന് അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തത് വെസ്റ്റ് ലൂക്കോസിയുടെ ഗാർഡുകളുടെ തലവൻ ജനറൽ സ്റ്റാൻഫോർഡ് ആയിരുന്നുവെന്നും സ്റ്റാൻഫോർഡ് അയാളുടെ മരണം കൃത്രിമമായി സൃഷ്ടിച്ചിട്ട് ഇപ്പോ വേറെ രൂപത്തിലും ഭാവത്തിലും കഴിയുകയാണെന്നും പ്രിൻസ് പറഞ്ഞപ്പോൾ ശരിക്കും ലോഗന് അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലോഗനോടായി പ്രിൻസ് പറഞ്ഞു, ലോഗൻ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലോഗൻ എതിരിടാൻ പോകുന്നത് സാക്ഷാൽ ലീ യുവാൻവുവിനെയാണ്. അയാൾ അതിശക്തനാണ്. അയാൾ ഒറ്റയ്ക്കല്ല, അയാൾക്കൊപ്പം വൻ ടീമുണ്ട്. അവർ പൂർണ്ണമായും ലോഗനെതിരെ തിരിയും. അതുകൊണ്ട് ഞാൻ ലോഗനോട് പറയുന്നത് ശ്രദ്ധിക്കണം. പ്രിൻസ്, അങ്ങ് നൽകുന്ന ഉപദേശങ്ങൾക്ക് എനിക്ക് ശരിക്കും നന്ദിയുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ അമ്മയുടെ കൊലപാതകയെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ലോഗൻ, വെസ്റ്റ് ലൂക്കോസിലെ റൂഫസ് റൈസ് ശരിക്കും ശക്തനാണ്. വൻ സേനയുടെ സഹായമുള്ള ആളാണ്. എന്നിട്ടും അദ്ദേഹം എന്തേ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിനെതിരെ തിരിയാത്തത്? അദ്ദേഹം ഈ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണോ? അല്ല, അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തെക്കാൾ ശക്തരാണ് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം നിശബ്ദനായിരിക്കുന്നത്. തൻ്റെ അച്ഛൻ എന്തുകൊണ്ട് അമ്മയുടെ മരണത്തിൽ നിശബ്ദനായി എന്നതിൻ്റെ വ്യക്തമായ ഉത്തരം ഇപ്പോൾ ഡസൻ റൈസിന് ലഭിച്ചിരിക്കുകയാണ്. റൂഫസ് റൈസിനേക്കാൾ ശക്തരാണ് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ. അവര് പരസ്യമായി രംഗത്ത് വരുന്നില്ല എന്ന് മാത്രം. എല്ലാ മേഖലയിലും അവരുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് റൂഫസ് റൈസ് നിശബ്ദനായിരിക്കുന്നത്. റൂഫസ് റൈസ് നിശബ്ദനായിരിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഡസൻ റൈസ് എന്ന പേരിൽ സാക്ഷാൽ ലോഗൻ റൈസ് സ്വിൻഡനിൽ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം റൂഫസ് റൈസിന് അറിയാം. അതുകൊണ്ടാണ് റൂഫസ് റൈസ് ഇത്രയും കാലം നിശബ്ദനായിരുന്നത്. റൂഫസ് റൈസിന് അയാളുടെ മകൻ ലോഗൻ റൈസ് അതിശക്തനായി മാറേണ്ട ഒരു ആവശ്യമുണ്ട്. ലോഗൻ ശക്തനായാൽ മാത്രമേ റൂഫസിന് അയാളുടെ ഭാര്യയെ കൊന്ന ആളുകളോട് ചോദ്യം ചോദിക്കാൻ പറ്റൂ, അവർക്കെതിരെ തിരിയാൻ പറ്റൂ. അതുകൊണ്ടുകൂടിയാണ് റൂഫസ് റൈസ് നിശബ്ദനായത്. ആ കാര്യം പ്രിൻസ് ലോഗനോട് പറഞ്ഞില്ലെന്ന് മാത്രം. ലോഗനുമായി പ്രിൻസ് അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അകത്തേക്ക് ലോഗനെ കൊണ്ടുവന്ന സന്യാസി ഓടി വന്നു. അയാൾ പ്രിൻസിനോട് പറഞ്ഞു, ഹിസ് ഹൈനസ്, നമ്മുടെ ഈ മല മുഴുവൻ സൈന്യം വളഞ്ഞിരിക്കുകയാണ്. അവർ ഈ ഡസൻ തിരക്കി വന്നതാണ്. ഡസൻ റൈസിനെ തിരക്കി ഇതാ വൻ സേന ആ മലയിലേക്ക് എത്തിയിരിക്കുന്നു. അത് കേട്ടതും ഡസൻ അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഓ, ഇത്ര പെട്ടെന്ന് അവരെത്തിയോ? ഡസന് ആ കാര്യം വ്യക്തമായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലെ ഡസന്റെ പ്രകടനങ്ങൾ ഡസൻ ആരാണെന്ന് അറിയേണ്ട ആളുകളെ അറിയിക്കാൻ ഇടയാക്കിയിട്ടുണ്ടാവുന്നു. ഡസൻ ആ റെസ്റ്റോറന്റിൽ ഹാൻ ഫീയിങ്ങുമായി ഉണ്ടായ ഏറ്റുമുട്ടൽ ഇപ്പോഴും നന്നായി ഓർക്കുന്നുണ്ട്. ആ ഏറ്റുമുട്ടലിന്റെ അവസാനം ഡസന്റെ ശരീരത്തിലെ ആ യൂണിക്കോൺ ചിഹ്നം വ്യക്തമായത് പലരും കണ്ടിട്ടുണ്ടാവും. അവർക്കറിയാം ആ ചിഹ്നം ഒരേ ഒരാളുടെ ശരീരത്തിലേ ഉള്ളൂ എന്ന്. അത് ലോഗൻ റൈസിന്റെ ശരീരത്തിലാണ്. ലോഗൻ റൈസ് ചോണിയിൽ ഉണ്ടെന്നുള്ള കാര്യം സ്വാഭാവികമായും അതുവഴി പലരും അറിഞ്ഞിട്ടുണ്ടാവും. അതിനു പുറമെ വേറെയും സംഭവങ്ങളുണ്ടായി. ആ സംഭവങ്ങളൊക്കെ കൂട്ടി ആലോചിക്കുന്ന ആളുകൾക്ക് ഡസൻ റൈസ് ലോഗൻ റൈസ് ആണെന്ന് മനസ്സിലാക്കാൻ അധികം സമയമൊന്നും വേണ്ട. അവർ ലോഗൻ ഈ സൺ ടെമ്പിളിലേക്ക് വന്ന കാര്യം അറിഞ്ഞിരിക്കുന്നു. ലോഗൻ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ലോഗൻ പ്രിൻസിന്റെ കയ്യിൽ നിന്ന് അറിയുമെന്ന് അറിഞ്ഞ ആളുകൾ ലോഗനെ തിരക്കി വരികയാണ്. ലോഗൻ അറിഞ്ഞ കാര്യങ്ങൾ ലോഗൻ അയാളുടെ പിതാവ് റൂഫസ് റൈസിനോട് പങ്കുവെക്കരുതെന്ന് ലോഗനെ നേരിടാൻ വരുന്ന ആളുകൾക്ക് നിർബന്ധമുണ്ടെന്ന് അർത്ഥം. ആ കാര്യം ഡസന് ഏതാണ്ട് മനസ്സിലായി. പെട്ടെന്ന് പ്രിൻസ് ഡസനോട് പറഞ്ഞു, ലോഗൻ പേടിക്കണ്ട, ഈ മലയുടെ അടിവാരത്തേക്ക് പോകാൻ മറ്റൊരു മാർഗമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ സൈന്യം എത്തിയെന്ന് ഇൻഫർമേഷൻ നൽകിയ ആളോടായി പ്രിൻസ് പറഞ്ഞു, നിങ്ങൾ ലോഗനെ രഹസ്യവാതിൽ വഴി താഴെ എത്തിക്കണം. വ്യക്തമായ നിർദ്ദേശം ആ മനുഷ്യന് കൊടുത്തു കഴിഞ്ഞതും പ്രിൻസ് ലോഗനോട് പറഞ്ഞു, ലോഗൻ, ഒരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല. താഴെ അറ്റം വരെ സുരക്ഷിതമാണ് ഈ പാത. അവിടെ നിന്ന് കാടിനകത്തുകൂടി ലോഗന് ഈസിയായിട്ട് രക്ഷപ്പെടാം. മലയുടെ മുകളിലേക്ക് കുതിരപ്പുറത്താണ് സേന എത്തിയിരിക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്ത ആൾ സൂചിപ്പിച്ചിട്ടുണ്ട്.
കുതിരപ്പുറത്തൂടെ അല്ലാതെ ആളുകൾക്ക് എത്തണമെങ്കിൽ നടത്തേ വരാൻ പറ്റും. വാഹനങ്ങളൊന്നും തന്നെ ആ മലയുടെ മുകളിലേക്ക് വരത്തില്ല. ഡസിന്റെ കാറ് താഴെ ഒതുക്കിയിട്ടാണ് നടന്നു വന്നത്. അധികം സമയം കഴിയുമ്പോൾ പ്രിൻസിന്റെ സഹായിയായ സന്യാസി ഡസ്റ്റിനെയും കൊണ്ട് ആ രഹസ്യ തുരങ്കം വഴി താഴേക്ക് ഇറങ്ങി തുടങ്ങി. ശരിക്കും നല്ല നീളമുള്ള ഒരു തുരങ്കമാണ്. ആ തുരങ്കത്തിലേക്ക് കയറിയ നിമിഷം മുതൽ ഡസ്റ്റിനൊപ്പമുള്ള ആ സന്യാസി കയ്യിൽ ടോർച്ച് തെളിച്ചു പിടിച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 20 മിനിറ്റോളം ഡസൻ റൈസ് ആ മനുഷ്യനൊപ്പം നടന്നു കാണും. ഇപ്പൊ അവർ ഏകദേശം ഒരു നിരപ്പായ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മലയുടെ അടിയിൽ താൻ എത്തിയിരിക്കുന്നുവെന്ന് ആ നിരപ്പ് കണ്ടപ്പോൾ ഡസ്റ്റിന് തോന്നി. ഡസ്റ്റിനോടായി ആ സന്യാസി പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റിൻ, ഇവിടെ ഒരു കല്ല് വാതിലുണ്ട്. ഞാൻ ഈ വാതിൽ തുറന്നാൽ പിന്നെ കാടാണ്. നിങ്ങൾ പുറത്തിറങ്ങി കാട്ടിനകത്തോട് രക്ഷപ്പെട്ടോളൂ. അങ്ങനെ പറഞ്ഞിട്ട് ആ സന്യാസി ആ കല്ല് വാതിൽ തുറന്നു. ഡസൻ റൈസ് ആ കല്ല് വാതിൽ വഴി പുറത്ത് ഇറങ്ങി 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചതും പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. ആ ലോഗൻ എത്തിയോ? ഞങ്ങൾ കുറെ നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഡസൻ റൈസിനെ കാത്ത് ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടെന്ന് ആ ശബ്ദം വിളിച്ചു പറഞ്ഞു. ശബ്ദം കേട്ടത് കാട്ടിനകത്തു നിന്നാണ്. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയിട്ട് ഡസൻ ഞെട്ടിത്തിരിഞ്ഞ് അയാൾ വന്ന വഴിയിലേക്ക് നോക്കുമ്പോൾ ആ വഴി അടഞ്ഞു കഴിഞ്ഞു. സന്യാസി വഴി അടച്ചിരിക്കുകയാണ്. ഡസൻ റൈസ് എന്ന ലോഗൻ റൈസിനെ ആ സന്യാസി കൃത്യമായും ആരെയോ മുന്നിൽ കൊണ്ട് ഇട്ടതുപോലെയായി. ഡസൻ കാട്ടിനകത്തേക്ക് നോക്കുമ്പോൾ ചെന്നായിയുടെ മുഖംമൂടി വെച്ച് ഒരു മനുഷ്യൻ മുന്നോട്ട് വന്നു. ഏയ് ലോഗൻ, എത്ര നേരമായി ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു. ലോഗൻ, ഇനി നീ എങ്ങോട്ട് പോകേണ്ടി വരില്ല. അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞതും ഡസൻ അയാളോട് പറഞ്ഞു, മാർക്ക്, നീ എന്തിനാ ഈ മുഖംമൂടി വെച്ചിരിക്കുന്നത്? ഡസന്റെ ചോദ്യം കേട്ടതും ആ മുഖംമൂടി വെച്ചിരുന്ന മനുഷ്യൻ മുഖംമൂടി വലിച്ചെടുത്തിട്ട് ഡസനോട് ചോദിച്ചു, നിനക്കെങ്ങനെ എന്നെ മനസ്സിലായി? ഞാൻ എൻ്റെ ശബ്ദം പോലും മാറ്റിയാണ് നിന്നോട് സംസാരിച്ചത്. മുഖംമൂടി വെച്ചിരിക്കുകയായിരുന്നു. അത് കേട്ടതും ഡസൻ മാർക്ക് മോൺഗോമറിയോട് പറഞ്ഞു, നീ എങ്ങനെ വേഷം മാറിയാലും നിന്റെ ബോഡിയുടെ ആ വൃത്തികെട്ട നാറ്റം ഉണ്ടല്ലോ, അത് പോകത്തില്ലല്ലോ. ആ നാറ്റം കൊണ്ടാണ് ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞത്. ഗോഡ് ഓഫ് വാർ മാർക്ക് മോൺഗോമറിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഡസൻ റൈസ് പറഞ്ഞ ആ വാചകം അയാളുടെ കൂടെയുള്ള ആളുകളെ ശരിക്കും അങ്ങ് ചൊടിപ്പിച്ചു. നീ എന്തായി സംസാരിക്കുന്നത്? മാർക്ക് മോൺഗോമറി വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾ ദേഷ്യപ്പെട്ട് അങ്ങനെ പറഞ്ഞതും ഡസൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അപ്പൊ നീ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ആളാണല്ലേ? ലോഗൻ, അതെന്ത് ചോദ്യം? ലോഗൻ, നീ ഒരു സംഭവമൊന്നും അല്ല എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ ഫോളോ ചെയ്ത് കൊല്ലാതിരുന്നത്. ലോഗനെ ഈ ഡ്രാഗൺ മാർഷൽ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ വിചാരിച്ചിരുന്നുവെങ്കിൽ നടന്നിനി എന്നാണ് മാർക്ക് മോൺഗോമറി സൂചിപ്പിക്കുന്നത്. ഓക്കെ മാർക്ക്, ഇനി ആ വിഷയത്തിൽ ചർച്ച വേണ്ട. അങ്ങനെ ഡസൻ പറഞ്ഞതും മാർക്ക് ഡസനോട് പറഞ്ഞു, ഡസൻ, നീ ഇന്ന് ഇവിടുന്ന് ജീവനോടെ പുറത്തു പോകത്തില്ല. നിനക്ക് ശരിക്കും ശക്തിയുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നെ സഹായിക്കാൻ എൻ്റെ ടീമിന് പുറമെ വേറെയും ടീമുകളുണ്ട്. അങ്ങനെ മാർക്ക് മോൺഗോമറി പറഞ്ഞപ്പോൾ കാടിനകത്ത് നിന്ന് 3 മേഖലകളിൽ നിന്നായി 3 ടീം അങ്ങോട്ട് കയറി വന്നു. ശരിക്കും ഒരു വൻ സേന തന്നെ കാടിനകത്ത് ഒളിഞ്ഞു നിൽക്കുകയായിരുന്നു എന്ന് വ്യക്തം. ആദ്യം മുന്നിലേക്ക് വന്നത് ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യനാണ്. അയാളുടെ കൂടെ ഒരു ടീമുണ്ട്. അയാൾ മാർക്ക് മോൺഗോമറിയെ വിഷ് ചെയ്തിട്ട് ലോഗനോട് പറഞ്ഞു, ലോഗൻ, നീ വലിയ സംഭവമാണെന്നൊക്കെ ഇവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കൂടെ വന്നത്. എനിക്കറിയാം നീ ഒരു സംഭവമൊന്നും അല്ലാന്ന്. അയാൾ അങ്ങനെ പറഞ്ഞതും മാർക്ക് മോൺഗോമറി ആ വന്ന ആളോട് പറഞ്ഞു, മിസ്റ്റർ വാൻ, അങ്ങനെ അല്ല, ലോഗൻ ആള് ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണ്. മാർക്ക്, അതെന്ത് പറച്ചിലാണ്? ഇവിടെ ആരാ ഇപ്പൊ ഗ്രാൻഡ് മാസ്റ്റർ അല്ലാതെ ഉള്ളത്? എല്ലാവരും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അല്ലേ? മിടുക്കരായ മാർഷൽ ആർട്ടിസ്റ്റുകളാണ് ഇപ്പോ ചുറ്റുമുള്ളതെന്നാണ് ആ വാങ് എന്ന് വിളിക്കപ്പെട്ട ആള് പറയുന്നത്. അയാൾ അങ്ങനെ പറഞ്ഞതും ലേശ പ്രായമുള്ള ഒരാള് മറ്റേ ടീമിന്റെ ഭാഗമായി മുന്നോട്ട് വന്നു. വാങ്, ഞങ്ങളും ഉണ്ടേ. അത് കണ്ടതും വാങ് അയാളോട് പറഞ്ഞു, ജെയിംസ്, നിങ്ങളുടെ ആവശ്യമില്ല, ഇയാളെ നേരിടാൻ ഞാൻ മാത്രം മതി. വാങ് അങ്ങനെ പറഞ്ഞപ്പോ ഒരു ലേഡി കൂടി മുന്നോട്ട് വന്നു. ഒരു സുന്ദരിയാണ്. അവൾ വാങ്ങിനോട് പറഞ്ഞു, മിസ്റ്റർ വാങ്, അങ്ങനെയല്ല, ഞാനും ഉണ്ടേ. വാങ്ങും ജെയിംസും ആ സുന്ദരിയും 3 ടീമുകളെ പ്രതിനിധീകരിച്ച അവിടെ വന്നിരിക്കുന്നത്. 3 പേരും പറയുന്ന ഒരേ ഒരു കാര്യമാണ്, അവർ മതി ലോഗനെ കൊല്ലാനെന്ന്. അത് കേട്ടതും മാർക്ക് മോൺഗോമറി ആ 3 പേരെ നോക്കി അവരോടായി പറഞ്ഞു, നിങ്ങളിങ്ങനെ പരസ്പരം തല്ലടിക്കാതെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു എളുപ്പ സംഭവമൊന്നുമല്ല ലോഗനെ വകവരുത്തുക എന്നുള്ളത്. ലോഗൻ അതിശക്തനാണ്. മിസ്റ്റർ മാർക്ക്, നിങ്ങൾ തമാശ പറയാതെ, ഇവനാ ശക്തൻ. ഇവനെ എന്റെ ഒരിടിക്ക് ഇവൻ തികയത്തില്ല. വാങ് വളരെ ആത്മവിശ്വാസത്തിലാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് വാങ് പെട്ടെന്ന് ഒന്ന് മുന്നോട്ട് കുതിക്കുകയാണ്. വാങ് ലോഗനെ ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണെന്ന് മനസ്സിലായതും ആ മധ്യവയസ്കരും ഉടൻ മുന്നോട്ട് കുതിച്ചു. 2 ലീഡേഴ്സ് മുന്നോട്ട് കുതിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ സുന്ദരിയും കണ്ടു.
ആ സുന്ദരിയും ഉടൻ മുന്നോട്ട് കുതിച്ചു. അവൾ മുന്നോട്ട് കുതിക്കുന്ന അതേ സമയത്ത് അവളുടെ രണ്ട് കൈയിലെയും ഷർട്ടിന്റെ സ്ലീവ്സിനകത്ത് നിന്ന് ചില സാധനങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ പാഞ്ഞു വരികയാണ്. ശരിക്കും രഹസ്യ ആയുധങ്ങളുടെ വൻ ശേഖരം അവളുടെ കയ്യിലുണ്ടെന്ന അർത്ഥം. അവൾ ആ ആയുധങ്ങൾ അതിവേഗം മുന്നോട്ട് പായിച്ചത് ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടാണ്. അവർ 3 പേരും ലോകരെ കൊല്ലാനായി മുന്നോട്ട് കുതിക്കുന്നതിന്റെ കാരണം അവർക്ക് ലഭിച്ചിരിക്കുന്ന ഓർഡറാണ്. അവർക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിൽ നിന്നാണ്. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന് വേണ്ടി ലോകനെ ആരെ കൊന്നാലും ആ ആളിന് നാളെ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ വൻ സപ്പോർട്ട് ലഭിക്കും. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ ശരിക്കും അതിശക്തമായ വേരുകളുള്ള ഒരു കൂറ്റൻ സംഘടനയാണെന്ന് ആ 3 പേർക്കും അറിയാം. സാക്ഷാൽ വേൾഡ് നമ്പർ 2 ലീ യുവാൻവു നേതൃത്വം കൊടുക്കുന്ന ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന് വേണ്ടി ലോകനെ കൊല്ലുന്നത് തങ്ങളായിരിക്കണമെന്ന് തീരുമാനിച്ചുറച്ചുകൊണ്ടാണ് ആ 3 പേരും മുന്നോട്ട് കുതിക്കുന്നത്. ആ മുന്നോട്ട് കുതിക്കുന്ന 2 ആളുകളെക്കാൾ വേഗത്തിൽ തന്റെ ആയുധം ലോകന്റെ പുറത്ത് കൊള്ളിക്കണമെന്ന ഉദ്ദേശത്തിലാണ് ആ ലേഡി ആ ആയുധങ്ങൾ അതിവേഗം മുന്നോട്ടെറിഞ്ഞത്. പക്ഷെ അവളെ അമ്പരപ്പിച്ചുകൊണ്ട് വാങ്ങുന്ന മധ്യവയസ്കൻ അവളുടെ ആയുധത്തിനെ കവർ ചെയ്ത് അതിശക്തമായി മുന്നോട്ട് കുതിച്ചിരുന്നു. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയാണ് ആ മനുഷ്യനുള്ളത്. മുന്നോട്ട് കുതിക്കുന്ന വാങ്ങിന്റെ സ്റ്റെപ്പുകൾക്ക് ഒരു വല്ലാത്ത വേഗതയുണ്ട്. സാധാരണ മനുഷ്യന്മാരുടെ സ്റ്റെപ്പിനേക്കാൾ ദൂരം കൂടുതലുണ്ട് വാങ്ങിന്റെ സ്റ്റെപ്പുകൾക്ക്. അതിന്റെ ഫലമായി കൃത്യം 5 സ്റ്റെപ്പ് ആയപ്പോഴേക്കും അയാൾ ഡസ്റ്റിന് തൊട്ടു മുന്നിലെത്തി കഴിഞ്ഞു. ഡസ്റ്റിന് തൊട്ടു മുന്നിലെത്തി അയാളുടെ ലക്ഷ്യം ആദ്യത്തെ ഇടി അയാൾ ഇടിക്കണമെന്നാണ്. അയാൾ യഥാർത്ഥത്തിൽ തോൽപ്പിച്ചിരിക്കുന്നത് അയാളുടെ തൊട്ടു പുറകെയുള്ള ആ മധ്യവയസ്കരെ മാത്രമല്ല, അതിനും പുറകിലുള്ള ആ സുന്ദരിയുടെ ആയുധങ്ങളെ കൂടിയാണ്. ആ രഹസ്യ ആയുധങ്ങളെക്കാൾ വേഗത്തിലാണ് വാങ് ഡസ്റ്റിന് തൊട്ടടുത്തെത്തിയത്. ഡസൺ റൈസ് എന്ന ലോഗൻ റൈസിന്റെ തൊട്ടടുത്തെത്തിയ അയാൾ അതിശക്തമായ ഒരു ഒറ്റയിടി. ശരിക്കും അയാളുടെ കൈ ഡസ്റ്റിനെതിരെ പാഞ്ഞു വരുമ്പോൾ ആ കൈക്ക് അനവധി കൈകളുടെ വലിപ്പമുള്ളതുപോലെ ഒരു ഫീല് ആ കാഴ്ച കാണുന്ന ഊൾഫ് ഗാങ്ങിലെ സകല ആളുകൾക്കും തോന്നുന്നുണ്ട്. മാർക്ക് മോൺഗോമറിയുടെ ആ ടീമാണ് ഊൾഫ് ഗാങ്. അവർ റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത്. ശരിക്കും ഒരു കൂറ്റൻ കൈ ലോകന് നേരെ പാഞ്ഞു വരികയാണ്. ഒരു വലിയ ഫോഴ്സ് ആ കൈക്കൊപ്പമുണ്ട്. ഒരു കാറ്റിന്റെ ഹുങ്കാരം ആ കൈക്കൊപ്പം ഉണ്ടായിട്ടുണ്ട്. ആ ഹുങ്കാരവും കൈയുടെ വേഗതയും പവറും ചുറ്റും ഒരു വലിയ പ്രഷറും അനുഭവപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും ആ കൈ ഡസന് ഇങ്ങനെ പാഞ്ഞു വന്നതും ഡസൻ വലത് കൈ കൊണ്ട് ഒരൊറ്റ ഇടി തനിക്ക് നേരെ പാഞ്ഞു വരുന്ന കൈയിലേക്ക്. ലോകന്റെ ആ പഞ്ചിന് പവർ പോരാന്ന് അത് കാണുന്ന ഏവർക്കും അറിയാം. ലോകന്റെ ആ പഞ്ച് ഒരു നിവൃത്തിയുമില്ലാതെ ലോകൻ ചെയ്യുന്നതാണെന്ന് അത് കാണുന്ന ഏവർക്കും അറിയാം. പക്ഷെ പെട്ടെന്ന് ആ 2 കൈകൾ തമ്മിൽ കൂട്ടിമുട്ടി. ശരിക്കും ആ കൂട്ടിമുട്ടൽ അവിടെ ഒരു സ്ഫോടനം തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം. ഒരു വൻ കാറ്റും തീയും അതിനൊപ്പം ശരിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശവും അതാണ് അവിടെ ഉണ്ടായത്. ആ രംഗത്തിലേക്ക് ഓടി വരികയായിരുന്ന ആ മധ്യവയസ്കനും ആ സുന്ദരിയും പെട്ടെന്ന് അവരുടെ സ്റ്റെപ്പുകൾ അങ്ങനെ നിന്നുപോയി. ശരിക്കും കാതടപ്പിക്കുന്ന ശബ്ദത്തോടുകൂടിയാണ് ആ സ്ഫോടനം ഉണ്ടായത്. ഏതാനും സെക്കൻഡ് നേരത്തേക്ക് കണ്ണഞ്ചിക്കുന്ന പ്രകാശമല്ലാതെ മറ്റൊന്നും ആർക്ക് കാണാനില്ല. ആ പ്രകാശം ഒന്ന് മങ്ങിയപ്പോൾ അവിടെ ആ സുന്ദരിയും മധ്യവയസ്കനും മാത്രമല്ല അവരുടെ ടീമുകളും ഇപ്പോൾ ആ കാഴ്ച കാണുന്നുണ്ട്. ലോഗൻ റൈസ് നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അയാളുടെ മുന്നിലേക്ക് ഓടി വന്ന വാങ് അവിടെ ഇല്ല. അയാൾ തികച്ചും ദുരൂഹമായ സാഹചര്യത്തിൽ ഏതാണ്ട് അപ്രത്യക്ഷനായിരിക്കുകയാണ്. വാങ് ലോകന് നേരെ ഓടി വന്നതും ലോകനെ ഇടിച്ചതും അവരൊക്കെ കണ്ടതാണ്. അയാളുടെ ഇടിയെ ലോകൻ തിരിച്ച് പഞ്ച് ചെയ്ത് പ്രതിരോധിക്കുന്നതും ആൾ കണ്ടതാണ്. പക്ഷെ ഇപ്പോ വാങ്ങിനെ അവിടെ കാണാനില്ല. വാങ്ങിനെ കാണാനില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ വാങ്ങിന്റെ ടീമംഗങ്ങൾ ഉറക്കെ വിളിച്ചു ചോദിക്കുകയാണ്, മാസ്റ്റർ മാസ്റ്റർ എവിടെ, മാസ്റ്റർ എവിടെ, മാസ്റ്റർ. ഏതാണ്ട് സ്ട്രക്കായി നിൽക്കുന്ന ആ മധ്യവയസ്കരും ആ സുന്ദരിയും ലോഗൻ റൈസിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് കണ്ട വാങ്ങിന്റെ ശിഷ്യന്മാർ ആ മധ്യവയസ്കനോട് ചോദിച്ചു, മിസ്റ്റർ തോമസ്, ഞങ്ങളുടെ മാസ്റ്റർ എവിടെ? വാങ്ങിന്റെ ശിഷ്യന്മാരുടെ ചോദ്യം കേട്ടപ്പോൾ സ്തംഭിച്ചു നിൽക്കുകയായിരുന്ന തോമസ് എന്ന ആ യോദ്ധാവ്, ആ മധ്യവയസ്കൻ വാങ്ങിന്റെ ശിഷ്യന്മാരോട് ഒറ്റ വാക്കാണ് പറഞ്ഞത്, മരിച്ചു. മരിച്ചു എന്നോ? മിസ്റ്റർ തോമസ്, നിങ്ങൾ എന്താ പറഞ്ഞേ? അതിന് മറുപടി പറഞ്ഞത് ആ സുന്ദരിയാണ്. വാങ് മരിച്ചു. മാസ്റ്റർ മരിച്ചെന്നോ? അതെ, നിങ്ങളുടെ മാസ്റ്റർ വാങ് മരിച്ചു. ശരിക്കും സങ്കല്പിക്കാനാവാത്ത, വിശ്വസിക്കാനാവാത്ത ഒരു വാചകമാണ് തോമസും ആ സുന്ദരിയും പറയുന്നത്. അവർ രണ്ടുപേരുടെയും തൊട്ടു മുന്നിലുണ്ടായിരുന്ന വാങ് മരിച്ചു. മരിച്ചുവെങ്കിൽ അയാളുടെ ഡെഡ് ബോഡി അവിടെ കാണണ്ടേ? അതാണല്ലോ കാതലായ ചോദ്യം. ആ സംശയം വാങ്ങിന്റെ ശിഷ്യന്മാരുടെ മനസ്സിലേക്ക് വന്നതും ആ സുന്ദരി അവിടെ തറയിൽ പുലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തത്തിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടി. വാങ് എന്ന വ്യക്തിയുടെ ശരീരത്തിന്റെ ബാലൻസായി അവശേഷിക്കുന്നത്
ഏതാനും രക്തത്തുള്ളികൾ മാത്രമാണ്. ചില രക്തത്തുള്ളികളിൽ മാംസത്തിന്റെ അംശമുണ്ട്. അതിശക്തമായ ഒരു സ്ഫോടനത്തിൽ കോടാനുകൂടി ചെറു കഷ്ണങ്ങളായി വാങ് ചിതറിപ്പോയിരിക്കുന്നു എന്ന് വ്യക്തം. അൺബിലീവബിളായ ഒരു രംഗത്തിന് ഏതാണ്ട് വളരെ അടുത്ത് വെച്ച് ആ സുന്ദരിയും തോമസും സാക്ഷിയായിരിക്കുകയാണ്. അതിന്റെ ഞെട്ടൽ അവർക്ക് രണ്ടുപേർക്കുമുണ്ട്. ഈ കാഴ്ച കണ്ട മാർക്ക് മോൺഗോമറി അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ലോഗൻ ശക്തനാണെന്ന്. മാർക്ക് മോൺഗോമറി പറഞ്ഞ വാചകം ശരിക്കും ഹൃദയത്തിലേക്ക് എടുക്കാതിരുന്നത് കൊണ്ടാണ് വാങ്ങിന് സ്വന്തം ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇപ്പോ തോമസിനും ആ സുന്ദരിക്കും വാങ്ങിന്റെ ശിഷ്യന്മാർക്കും കഥ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. തോമസ് വാങ്ങിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഓക്കെ, നമുക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. ഇനി നമുക്ക് ഒന്നിച്ച് ലോഗനെ നേരിടാം. ലോഗൻ റൈസിനെ അവസാനിപ്പിക്കാനായി അവർക്ക് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ഉത്തരവുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഉത്തരവ് അവർ പാലിക്കണം. പെട്ടെന്നാണ് ആ സുന്ദരിയും തോമസും പുറകോട്ട് മാറി അവരുടെ ടീമുമായി കൂടിച്ചേരുന്നത്. ഇപ്പോ 3 ടീം 3 വശത്തായി ലോഗനെ വളയുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ലോഗന് മനസ്സിലാകും മുമ്പ് തോമസിന്റെ ടീം ആക്ഷൻ ആരംഭിക്കുകയാണ്. തോമസ് ആണ് ഇപ്പോൾ കാര്യങ്ങൾ ലീഡ് ചെയ്യുന്നത്. തോമസ് ആ സുന്ദരിയോട് പറഞ്ഞു, ഞങ്ങൾ ലോഗനെ തളയ്ക്കാം. ലോഗൻ ക്ഷീണിതനാകുമ്പോൾ നിങ്ങൾ അറ്റാക്ക് ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ട് തോമസ് അയാളുടെ ടീം അംഗങ്ങളെ ഒന്ന് നോക്കിയതും ആ ടീം ലോഗന് ചുറ്റും ഇങ്ങനെ ഓടി തുടങ്ങിയാണ്. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ലോഗന് ചുറ്റും ഓടുന്ന ആ ടീമിന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ചില പേപ്പറുകൾ ലോഗന് നേരെ ഇങ്ങനെ പറന്നു തുടങ്ങി. സ്വർണ്ണ നിറത്തിലുള്ള പേപ്പറാണ് ലോഗന് നേരെ പറന്നു വരുന്നത്. ഒരു പേപ്പറല്ല, അനവധി പേപ്പറുകൾ. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിലാണ് ഡെസ്കിന് നേരെ ആ പേപ്പറുകൾ പാഞ്ഞു വരുന്നത്. ഈ കാഴ്ച ആ സുന്ദരിയുടെ ടീമും വളരെ കൗതുകത്തോടെയാണ് കാണുന്നത്. അമ്പരപ്പിക്കുന്ന വേഗതയിൽ ആ പേപ്പറുകൾ ലോഗന് നേരെ പാഞ്ഞു പോകുന്നത് കണ്ട അവർ പെട്ടെന്ന് ആ പേപ്പറിന്റെ രൂപം മാറുന്നത് ശ്രദ്ധിക്കുന്നത്. ആ പേപ്പറുകൾ നിമിഷ നേരം കൊണ്ട് സ്വർണ്ണ നിറത്തിലുള്ള വാളുകളായി രൂപം മാറി. ശരിക്കും പേപ്പറാണ് എറിഞ്ഞത്. ആ പേപ്പറുകൾ അതിവേഗം വാളായി മാറി ഡെസ്മണ്ട് റൈസിന്റെ നേരെ എല്ലാ ഭാഗത്തു നിന്നും പാഞ്ഞു വരികയാണ്. ശരിക്കും എല്ലാ ഭാഗത്തു നിന്നും അനവധി വാളുകൾ ഡെസ്റ്റിന് നേരെ പാഞ്ഞു വരുന്നത് ഡെസ്മണ്ട് റൈസ് കണ്ടു. ആ വാളുകൾ ഡെസ്റ്റിന് നേരെ പാഞ്ഞു വന്നതും ഡെസ്റ്റിൻ ഡിഫൻസീവ് മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്തതും ഒരേ നിമിഷത്തിലാണ്. ഡെസ്റ്റിന് ചുറ്റും ഒരു ഓവൽ ഷേപ്പിൽ മുട്ടയുടെ ആകൃതിയിൽ ഒരു കവർ ഉണ്ടായതുപോലെ ഒരു തോന്നൽ ആളുകൾക്കുണ്ട്. ആ വാളുകൾ ആ ഓവൽ ഷേപ്പിലുള്ള കവറിൽ ഇടിച്ച് താഴേക്ക് വീണു. ലോഗൻ ശക്തനാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അത് കണ്ടിട്ടൊന്നും തോമസിന്റെ ടീമിന് കുലുക്കുമില്ല. അവരുടെ ഓട്ടം ഡെസ്റ്റിന് ചുറ്റും അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ആ ടീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഡെസ്റ്റിൻ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ചില പേപ്പറുകൾ മുകളിലേക്ക് ഉയർന്നു പോകുകയാണ്. ഇപ്പൊ മുകളിലേക്ക് എറിഞ്ഞ പേപ്പറുകൾക്ക് ചുവപ്പ് നിറമാണ് ഉള്ളത്. ചുവന്ന നിറത്തിലുള്ള പേപ്പറുകൾ മുകളിലേക്ക് പൊങ്ങി താഴേക്ക് വരുമ്പോൾ ആ കാഴ്ച എല്ലാവർക്കും കാണാം. താഴേക്ക് വരുന്നത് എല്ലാം വാളുകളാണ്. ചുവപ്പ് നിറത്തിലുള്ള വാളുകളുടെ ഒരു കൂമ്പാരം തന്നെ മുകളിൽ താഴേക്ക് വരികയാണ്. ആ വാളുകൾ തന്റെ തലയ്ക്ക് മുകളിലേക്ക് പാഞ്ഞു വരുന്നത് കണ്ടതും ഡെസ്മണ്ട് റൈസ് ഇടത് കൈയൊന്ന് ഉയർത്തി ഒരു വീശ്. ശരിക്കും ഒരു ഫോഴ്സ് തന്നെ ഡെസ്റ്റിന്റെ തലയ്ക്ക് മുകളിലുണ്ടായി. ആ ഫോഴ്സ് ആ വാളുകളെ മുഴുവൻ ദൂരേക്ക് തെറിപ്പിച്ചു. ലൈറ്റനിങ് വേഗതയിലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. വാളുകൾ മുകളിൽ നിന്ന് തെറിച്ചു പോകുന്നൊന്നും താഴെ ഡെസ്റ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു വിഷയമേ അല്ല. ലോഗൻ ആ ശൈലിയിൽ ഡിഫെൻഡ് ചെയ്യുമെന്ന് അവർ നേരത്തെ കൂട്ടി കണക്കൂട്ടിയിട്ടുണ്ട്. അത് അവരുടെ കണ്ണുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഡെസ്മണ്ട് റൈസ് അവരുടെ അടുത്ത ആക്ഷൻ എന്താണെന്ന് നോക്കുമ്പോഴേക്കും കാക്കി നിറത്തിലുള്ള പേപ്പറുകൾ ഡെസ്റ്റിന്റെ കാലിന് നേരെ പാഞ്ഞു വരികയാണ്. ശരിക്കും ഡെസ്റ്റിന് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്ന ടീം കാക്കി നിറത്തിലുള്ള പേപ്പറുകൾ താഴേക്ക് വലിച്ചെറിയുമ്പോൾ ഇതുവരെ കണ്ട സംഭവമല്ല അവിടെ ഉണ്ടായത്. ശരിക്കും ആ പേപ്പറുകൾ ബോംബുകൾ പോലെ താഴെ പൊട്ടിച്ചിതറി. ആ നിമിഷത്തിൽ ഡെസ്മണ്ട് റൈസ് നിന്ന ആ ഭൂമി ഒന്നടങ്കം താഴേക്ക് കുഴിഞ്ഞു. ശരിക്കും വൻ സ്ഫോടനത്തോടുകൂടി ആ ഭൂമി ഇങ്ങ് കുഴിയുകയായിരുന്നു. മാജിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരു ശൈലിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പെട്ടെന്ന് മണ്ണങ്ങിടിഞ്ഞതും ആ മണ്ണിന്റെ പുറത്ത് നിൽക്കുകയായിരുന്ന ലോഗൻ റൈസ് ആ കുഴിയിലേക്ക് അങ്ങ് വീണു. ലോഗൻ എന്ന ഡെസ്മണ്ട് റൈസ് ആ കുഴിയിലേക്ക് വീണ ആ നിമിഷത്തിൽ തോമസ് എന്ന ആ മജീഷ്യൻ അടുത്ത ചെയ്തത് ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. അയാൾ അതിവേഗമാണ് ആ കുഴിയിലേക്ക് ചുറ്റും മണ്ണ് വലിച്ചു വാരിയിടുന്നത്. അയാളുടെ കൈയുടെ ആക്ഷൻ അനുസരിച്ച് മണ്ണ് അവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിൽ ചുറ്റുഭാഗത്തുനിന്ന് മണ്ണ് അയാൾ വലിച്ചു വാരി അവിടേക്ക് ഇട്ടു. ഈ നിമിഷത്തിൽ അയാളെ ശിഷ്യന്മാർ ചുറ്റുമുള്ള പാറകൾ അവരുടെ ശക്തി ഉപയോഗിച്ച് വലിച്ച് ആ കുഴിയുടെ മുകളിലേക്ക് വെച്ചു. ശരിക്കും കൂറ്റൻ പാറക്കല്ലുകളാണ് ആ കുഴിയുടെ മുകളിലേക്ക് വലിച്ചു വെച്ചത്. സാധാരണഗതിയിൽ 8-10 ആളുകൾ ചേർന്ന് പിടിച്ചാൽ പോലും പൊക്കാൻ പറ്റാത്ത കല്ലുകൾ മാജിക്കൽ പവർ ഉപയോഗിച്ച് അവർ അവിടേക്ക് നിരക്കി എത്തിച്ചതാണ്. ഇതൊക്കെ
അതിവേഗതയിലാണ് സംഭവിച്ചത്. ശരിക്കും ഇപ്പോ ആ സുന്ദരിയും വാങ് ടീമും ഞെട്ടലോടുകൂടിയാണ് തോമസിന്റെ ടീമിന്റെ ആ പ്രവൃത്തി നോക്കിക്കാണുന്നത്. അവർക്കാർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർ കണ്ട കാഴ്ച. അതുവരെ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ലോഗൻ റൈസിനെ ഇതാ ജീവനോടെ ആ കുഴിയിൽ കുഴിച്ചു മൂടിയിരിക്കുകയാണ്. ലോഗന്റെ ആ കുഴിമാടത്തിന് മുകളിൽ കൂറ്റൻ കല്ലുകൾ പറക്കി വെച്ച് കഴിഞ്ഞു. ഇപ്പോഴും കല്ലിന് ചുറ്റുമായി ആ ടീം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ കൂടി ലോഗൻ ആ കുഴിക്കകത്ത് ജീവനോട് ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ലോഗൻ ശ്വാസം മുട്ടി മരിക്കും. അക്കാര്യം അവർക്ക് അറിയാം. ലോഗൻ ആ മണ്ണ് പൊളിച്ച് പുറത്തേക്ക് വരുമോ ഇല്ലയോ, ആ ചോദ്യമാണ് സകലരുടെയും മനസ്സിലുള്ളത്. ഇത് മുഴുവൻ ഒരു ചലച്ചിത്രം കാണുപോലെ കണ്ടുകൊണ്ട് നിൽക്കുന്ന മാർക്ക് മോൺഗോമറിയും അയാൾക്കൊപ്പമുള്ള വോൾഫ് ഗാങ്ങുകളും നിർനിമേഷരായി ആ മൺകൂനിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആ സുന്ദരിയും വാങ് ടീമും ഏതാനും അടി പുറകിലേക്ക് ഇറങ്ങി ആ മൺകൂനിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ അവർ പ്രതീക്ഷിച്ച ആ സംഭവം ഉണ്ടായി. ആ മൺകൂന ഒന്ന് അനങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായി സകലരും ആ മൺകൂനിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്നാണ് ആ പാറകൾ മുകളിലേക്ക് തെറിക്കുന്നത്. ആ പാറകൾ തെറിച്ചു കഴിഞ്ഞതും ആ മണ്ണ് അതിനനുസരിച്ച് മുകളിലേക്ക് അങ്ങനെ തെറിച്ചു വരികയാണ്. ആ പാറകൾക്ക് പുറകെ മണ്ണിങ്ങനെ തെറിച്ച് മുകളിലേക്ക് വരുമ്പോൾ കൂടെ ഒരു മനുഷ്യൻ കൂടി മുകളിലേക്ക് അങ്ങനെ പൊങ്ങി വന്നു. ആ പൊങ്ങി വന്ന മനുഷ്യൻ ഏകദേശം 10 അടിയോളം മുകളിലേക്ക് പൊങ്ങിയിട്ട് സാവധാനം താഴെ ലാൻഡ് ചെയ്തു. ഇപ്പോ എല്ലാവരുടെയും കണ്ണുകൾ ആ മനുഷ്യനിലേക്കാണ്. അത് സാക്ഷാൽ ലോഗൻ റൈസ് എന്ന് അവർ വിളിക്കുന്ന നമ്മുടെ ഡസൻ റൈസാണ്. ഡസൻ റൈസ് ആകാശത്ത് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ആ മൺകൂനയുടെ മുകളിൽ അങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും ഒരു നിശബ്ദത ആ ഫൈറ്റ് നടന്ന ആ സ്ഥലത്തിന് ചുറ്റുമുണ്ട്. ആ സുന്ദരിയും ആ മധ്യവയസ്കനും വാങ്ങിന്റെ സെക്ഷൻകാരും ഒക്കെ ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. ആ മധ്യവയസ്കന്റെ ടീം മാന്ത്രിക അഭ്യാസങ്ങൾ വഴി ആളുകളെ അമ്പരപ്പിച്ചിട്ട് ഏതാനും നിമിഷങ്ങളെ ആയിട്ടുള്ളൂ. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിലാണ് അവർ കുഴിയെടുത്തതും ഡസ്റ്റിനെ ആ കുഴിക്കെടുത്തിട്ട് മൂടിയതും. എന്നിട്ടിതാ ഡസ്റ്റിൻ ആ കുഴിയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ ആ അമ്പരപ്പ് ഏതാനും സെക്കൻഡുകളെ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ സകല ടീമുകളും ഒന്നിച്ച് പിന്നെയും ഡസ്റ്റിനെതിരെ അറ്റാക്ക് തുടങ്ങി. ഇപ്പോ ആ അറ്റാക്കിന്റെ സ്റ്റൈൽ അങ്ങ് മാറി. നേരത്തെ സ്വർണ്ണ നിറത്തിലുള്ളതും അതുപോലെ ചുവപ്പ് നിറത്തിലുള്ളതും കാക്കി നിറത്തിലുമുള്ള പേപ്പറുകളാണ് അവർ ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോ സകല നിറത്തിലുമുള്ള പേപ്പറുകൾ ഉപയോഗിക്കുകയാണ്. പർപ്പിൾ നിറത്തിലുള്ള പേപ്പറുകൾ ഉൾപ്പെടെ ഡസ്റ്റിനെതിരെ പാഞ്ഞു വരികയാണ്. എറിയുമ്പോൾ പേപ്പറാണ്, പക്ഷേ ഡസ്റ്റിന് അടുത്തേക്ക് എത്തുമ്പോൾ അത് ഏതെങ്കിലും ആയുധങ്ങളായി രൂപം മാറുകയാണ്. മാജിക്കൽ വെപ്പണുകൾ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന ആയുധങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെ അവർ എടുത്ത് ഉപയോഗിക്കുകയാണ്. ആയുധങ്ങൾ ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിൽ ആ മധ്യവയസ്കന്റെ ടീം മാത്രമല്ല ഉള്ളത്. രഹസ്യ ആയുധങ്ങൾ എന്ന ശൈലിയിൽ ആ സുന്ദരിയുടെ ടീമും ആയുധങ്ങൾ ഉപയോഗിക്കുകയാണ്. ആ സുന്ദരിയുടെ ടീം പക്ഷെ കുറച്ച് പുറകിലാണ്. ഡസ്റ്റിന് ഏറ്റവും മുന്നിലുള്ളത് വാങ്ങിന്റെ ടീമും പിന്നെ ആ മധ്യവയസ്കന്റെ ടീമുമാണ്. ആ രണ്ട് ടീമും ഇടതും വലതും നിന്ന് ഡസ്റ്റിനെ ആക്രമിക്കുകയാണ്. ആ ടീം ഉണ്ടാക്കുന്ന പഴുതിലൂടെ പതിയിരുന്ന് ആക്രമിക്കുക എന്നുള്ളതാണ് ആ സുന്ദരിയുടെ ടീമിന്റെ ലക്ഷ്യം. ആ ആക്രമണം അങ്ങ് കൊഴുത്തതും ഡസ്റ്റിൻ റൈസ് വലത് കൈ ഒന്ന് ആകാശത്തേക്ക് ഉയർത്തി. ശരിക്കും ഉയർത്തിയ കൈ ഡസ്റ്റിൻ ഒന്ന് താഴ്ത്തുന്ന സമയത്ത് ആ കൈക്ക് ഒരു വൻ നിഴലുണ്ടായി. ആ നിഴലിന്റെ വലിപ്പം അങ്ങനെ കൂടി വരികയാണ്. ആ കൈ താഴേക്ക് വരുന്നതനുസരിച്ച് ഒരു ശക്തിയും താഴേക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയാണ്. ശരിക്കും ഡസ്റ്റിൻ ഒന്ന് ചാടി ഉയർന്നിട്ടാണ് വലത് കൈ താഴേക്ക് ഇങ്ങനെ താഴ്ത്തുന്നത്. അങ്ങനെ താഴ്ത്തുമ്പോൾ ശരിക്കും ഭീമാകാരമായ ഒരു കൈ താഴേക്ക് താഴ്ന്നു വരുന്ന ഒരു ഫീലാണ് ഉണ്ടായത്. ആ കൈ ഇങ്ങനെ താഴേക്ക് താഴ്ന്നു വന്ന ആ നിമിഷത്തിൽ ഡസ്റ്റിൻ ആ കൈ മുന്നോട്ടങ്ങ് നീക്കി. സ്ട്രെയിറ്റ് ലൈനിൽ ആ കൈ ഒരു വേഗത ആർജിക്കുകയാണ്. ഇതൊക്കെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് സംഭവിക്കുന്നത്. ആ കൈ അതിവേഗം മുന്നോട്ട് നീങ്ങിയതും ശരിക്കും ഒരു എനർജി ഫ്ലക്ച്വേഷൻ ആ ഭാഗത്തുണ്ടായി. ഒരു വൻ തോതിലുള്ള എയർ ഫ്ലോ അവിടെ ഉണ്ടാവുകയാണ്. ചുറ്റുമുള്ള സകല മേഖലയിൽ നിന്നും കാറ്റ് അങ്ങോട്ട് വലിച്ചെടുത്ത് ഡസ്റ്റിൻ ആ കാറ്റിനെ ആ കൈയുടെ ആകൃതിക്ക് ഒപ്പിച്ച് രൂപം മാറ്റി മുന്നോട്ടേക്ക് ഒന്ന് കുതിപ്പിച്ചിരിക്കുകയാണ്. അതിന് ഒരു ഫലമുണ്ടായി. ആ കൈ മുന്നോട്ട് നീങ്ങുന്ന അനുസരിച്ച് ആ കൈ തട്ടുന്ന ഭാഗമൊക്കെ ശരിക്കും അറ്റുപോവുകയോ കത്തിപ്പോവുകയാണ്. അറ്റുപോവുകയും കത്തിപ്പോവുകയും ചെയ്യുന്ന കൂട്ടത്തിൽ മരങ്ങളും ചെടികളും മാത്രമല്ല ഡസ്റ്റിന്റെ എതിരാളികളുമുണ്ട്. അമ്പരപ്പിക്കുന്ന വേഗതയിൽ ഒരു കൈ സകലതും തുടച്ചു മാറ്റിക്കൊണ്ട് മുന്നോട്ട് വരുന്ന കണ്ടതും ആ സുന്ദരി തിരിഞ്ഞു നോക്കാതെ ഓടാൻ തുടങ്ങി. സുന്ദരിയും അവളുടെ ടീമും വളരെ ദൂരേക്ക് ഓടി മാറി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കുറെ ഏറെ ഭാഗം തികച്ചും തരിശായി കിടക്കുകയാണ്. അവിടെ കുറെ ഏറെ ആളുകൾ ഉണ്ടായിരുന്നുവെന്നും ആ ആളുകൾക്കൊപ്പം മരങ്ങളും ചെടികളും ഉണ്ടായിരുന്നു എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കണമോ വേണ്ടിയോ എന്ന് നമുക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും. അത്ര വൃത്തിയിൽ ഒരു ഏരിയ തുടച്ചു മാറ്റപ്പെട്ടിരിക്കുകയാണ്. ആ കൈയുടെ ഫോഴ്സിൽ നിന്ന് ശരിക്കും ശ്രമപ്പെട്ട് ഓടി രക്ഷപ്പെട്ട ആ മധ്യവയസ്കൻ നന്നായി വിറയ്ക്കുന്നുണ്ട്.
അയാളുടെ വഴിയിൽ നിന്ന് ലേശം മാറി നിൽക്കുകയാണ്. അയാളുടെ പുറത്ത് ചോര പൊടിഞ്ഞിട്ടുണ്ട്. ഏതാനും സെന്റിമീറ്ററുകൾ വ്യത്യാസത്തിൽ അയാൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അയാൾ മാത്രമല്ല, അനവധി ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ കൈയുടെ ഫോഴ്സും അതിന്റെ ഡയറക്ഷനും ബോധ്യമായ ആളുകൾ രണ്ട് ഭാഗത്തേക്കും ചാടി ഒഴിഞ്ഞതുകൊണ്ട് കുറെ ഏറെ ആളുകൾ രക്ഷപ്പെട്ടു എന്നർത്ഥം. ആ രക്ഷപ്പെട്ട ആളുകളുടെ മനസ്സിലേക്ക് ആ ചിന്ത കടന്നു വരികയാണ്. അവർ ലോഗൻ റൈസിനെ നേരിടാനായി അങ്ങോട്ട് വരാനെടുത്ത ആ തീരുമാനം ശുദ്ധ മണ്ടത്തരമായി പോയി. 15-ാം വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്ററായ ലോഗൻ റൈസ് ആ പദവി ആർജിക്കാൻ ഇടയായതിന്റെ കാരണം വെസ്റ്റ് ലൂക്കോസിലുള്ള അയാളുടെ ഫെസിലിറ്റീസ് ആണ്. റൂഫസ് റൈസിന്റെ രാജധാനിയിൽ അയാൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കിരൺ ലോഗൻ റൈസ് അന്ന് ഡ്രാഗൺ മാർഷിലെ നമ്പർ 1 വളർന്നു എന്നുള്ളത് സത്യമാണ്. അവന്റെ പ്രായത്തിൽ അവൻ നമ്പർ 1 പക്ഷെ അതിനുശേഷം ഈ 11 കൊല്ലവും അവൻ അജ്ഞാതവാസത്തിലാണ്. അവൻ ആ സമയത്ത് ഒരു തരത്തിലുമുള്ള സഹായവും ആരിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല. വെസ്റ്റ് ലൂക്കോസിയ കൊട്ടാരത്തിന്റെ സഹായം കിട്ടാതെ പ്രാക്ടീസ് മുടങ്ങിപ്പോയ, കഴിവുകൾ മുരടിച്ചുപോയ കിരൺ ലോഗൻ റൈസിനെ നേരിടാനാണ് ഇവരൊക്കെ അവിടെ എത്തിയത്. പക്ഷെ അവരുടെ ധാരണ ആകെ തിരുത്തി കുറിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഡസിന്റെ കണ്ണിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ആ സുന്ദരിയും ആ മധ്യവയസ്കരെയും അവരുടെ അനുയായികളെയൊക്കെ വിട്ടിട്ട് ഡസ്റ്റിൻ മാർക്ക് മോൺഗോമറിയുടെ നേരെ നോക്കി. മാർക്ക്, നീ എന്തിനാ ആളുകളെ വെച്ചിട്ട് പിന്നിൽ നിന്ന് കളിക്കുന്ന? ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വാ. അത് കേട്ടതും മാർക്ക് ഒന്ന് ചാടി എണീറ്റു. അതുവരെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഈ ഫൈറ്റൊക്കെ കണ്ട് രസിച്ചിരിക്കുകയായിരുന്നു മാർക്ക് മോൺഗോമറി. ആ വേരിൽ നിന്ന് ചാടി താഴേക്കിറങ്ങിയ മാർക്ക് മോൺഗോമറി ഡസ്റ്റിനോട് പറഞ്ഞു, ലോഗൻ, നീ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നെ പരാജയപ്പെടുത്തിയത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. അന്നത്തെ എന്റെ പരാജയം സാങ്കേതികമായി പരാജയം തന്നെയാണ്. പക്ഷേ നീ അന്ന് വിജയിച്ചത് നിന്റെ കൊട്ടാരത്തിന്റെ സപ്പോർട്ട് സംവിധാനം കൊണ്ടാണ്. ഇപ്പോ നിനക്ക് അതൊന്നുമില്ല. ഇന്ന് നിന്നെ ഞാൻ ഇവിടെ ഇതാ പരാജയപ്പെടുത്താൻ പോവുകയാണ്. നീ അന്നത്തെ കിരൺ ലോഗൻ റൈസ് മാത്രമാണ്. ഞാൻ ഇന്ന് ഈ രാജ്യത്തെ ഗോഡ് ഓഫ് വാർ ആണ്. എന്റെ ശക്തി ഇതുവരെയും ഞാൻ നിനക്ക് മുന്നിൽ പൂർണ്ണമായും വെളിവാക്കിയിട്ടില്ല. ഇപ്പോ നീ ഇതാ അത് കാണാൻ പോവുകയാണ്. മാർക്ക്, ഈ വാചകമടി അതാ സഹിക്കാൻ പറ്റാത്ത. കമോൺ. ഡസൻ റൈസ് മാർക്കിന്റെ ആ വീര ഇതിഹാസങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് കൈ അവരുടെ ആംഗി കാണിക്കുകയാണ് മുന്നോട്ട് വരാൻ. മാർക്കിന് സ്വാഭാവികമായിട്ടും ആ ആക്ഷൻ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കി. പെട്ടെന്നാണ് മാർക്ക് മോൺഗോമറി എന്ന ആ വിശ്വവിഖ്യാതനായ ഗോഡ് ഓഫ് വാറായി രൂപം മാറുന്നത്. ശരിക്കും അയാൾ ഒരു സോർഡ് ഫൈറ്റർ ആണെന്ന് മാർക്ക് മോൺഗോമറി അടുത്ത ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തെളിയിച്ചു. മുന്നോട്ട് ഓടിക്കേറിയ മാർക്ക് മോൺഗോമറി പെട്ടെന്ന് ഒരു വാള് കയ്യിലെടുക്കുകയാണ്. ആ വാളിന് വല്ലാത്തൊരു തിളക്കമുണ്ട്. ആ തിളക്കം അയാൾ ഡസിനെതിരെ വെറുതെ ഒന്ന് വീശുമ്പോൾ കുറെ കൂടി വ്യക്തമാവുകയാണ്. ശരിക്കും ഒരു 5-6 അടി വീതിയിൽ അതിശക്തമായ ഒരു പ്രകാശമാണ് ആ വാളിൽ നിന്നുണ്ടായത്. മാർക്ക് മോൺഗോമറി ആ വാളിങ്ങനെ വീശുന്നതും ആ പ്രകാശം മാർക്കിന്റെ അടുത്ത് നിന്ന് ഡസിന്റെ അടുത്തേക്ക് ഇങ്ങനെ പാഞ്ഞു വരികയാണ്. ശരിക്കും ആരും ഒന്ന് ഭയന്നു പോകുന്ന ശൈലിയിലുള്ള ഒരു പ്രകാശത്തിന്റെ ചലനമാണ് അവിടെ ഉണ്ടാകുന്നത്. ആ പ്രകാശം തനിക്കെതിരെ പാഞ്ഞു വരുന്ന കണ്ടതും അവിടെ തറയിൽ വീണ് കിടക്കുന്ന ഒരു വാളിന്റെ സൈഡിൽ ഡസൻ ഒന്ന് ചവിട്ടി. പച്ച നിറമുള്ള ഒരു വാളാണ് തറയിൽ വീണ് കിടന്നത്. ആ വാള് ഇങ്ങനെ പൊങ്ങി വന്നതും ഡസൻ ആ വാളിന്റെ പിടിയിൽ പിടിച്ചു. കൊല്ലപ്പെട്ട ആരുടെയോ വാളാണ്. പച്ച നിറത്തുള്ള ആ വാള് കയ്യിലേക്ക് വന്ന ഡസൻ ആ വാള് അതിശക്തമായി തിരിച്ചു വീശുകയാണ്. ശരിക്കും ആ വാളിനല്ല, വീശുന്ന ആളിനാണ് സ്ട്രെങ്ത് എന്ന് വിളിച്ചു പറയുന്ന ഒരു രംഗമാണ് തുടർന്നുണ്ടായത്. ഡസൻ റൈസ് ആ വാളെന്ന് വീശിയതും ആ വാളിൽ നിന്ന് പർപ്പിൾ കളറിലുള്ള ഒരു പ്രകാശം പുറത്തേക്ക് വന്നു. ആ പ്രകാശവും മാർക്ക് മോൺഗോമറിയുടെ വാളിന്റെ വെള്ള പ്രകാശം തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടി. ശരിക്കും ഒരു രസകരമായ സീൻ തന്നെയാണ് അത്. അതിശക്തമായ 2 ഫോഴ്സുകൾ തമ്മിൽ ആകാശത്ത് വെച്ച് അങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ അവിടെ തീപ്പൊരി ചെറുകയാണ്. പർപ്പിൾ നിറത്തിലുള്ള ആ കളർ വെള്ളയുമായി കൂടിച്ചേർന്നപ്പോൾ അതിമനോഹരമായ ഒരു കളർ കോമ്പിനേഷൻ അവിടെ ഉണ്ടായി. ആ നിമിഷത്തിൽ തന്നെ മാർക്ക് മോൺഗോമറി ആ വാളുമായി ചാടി ആകാശത്തേക്ക് ഉയരുകയാണ്. ശരിക്കും ആകാശത്തേക്ക് അയാൾ പൊങ്ങി ഉയർന്നു എന്ന് തന്നെ പറയാം. ആകാശത്തേക്ക് ഉയർന്ന അയാൾ ആ വാള് അതിശക്തമായി ഡസിന്റെ തലയ്ക്ക് നേരെ താഴ്ത്തിക്കൊണ്ടുവന്നു. ഡസിന്റെ തല ലക്ഷ്യമിട്ടുകൊണ്ടാണ് മാർക്ക് മോൺഗോമറി ആ വാള് താഴേക്ക് കുതിപ്പിക്കുന്നത്. ആ വാളിങ്ങനെ താഴേക്ക് വരുമ്പോൾ ഒന്നായി നമുക്ക് തോന്നുമെങ്കിലും താഴേക്ക് വരുമ്പോൾ ആ വാളിന്റെ എണ്ണം അങ്ങ് കൂടുകയാണ്. നിമിഷത്തിന് കൊണ്ട് ആ വാള് 2ആയി 4ആയി 8ആയി 16ആയി എന്നൊക്കെ പറയും പോലെ 100 കണക്കിന് വാളുകളായി ഡസിന്റെ തലയിലേക്ക് ഇങ്ങനെ പാഞ്ഞു വരികയാണ്. ഡസ് എങ്ങോട്ട് ഒഴിഞ്ഞാലും ഡസിന്റെ ബോഡിയിൽ ആ വാള് കയറുമെന്ന ശൈലിയിലേക്ക് ആ വാൾ ഇങ്ങനെ വരികയാണ്. ഇതൊക്കെ അൺബിലീവബിൾ ആയിട്ടുള്ള വേഗതയിലാണ് സംഭവിക്കുന്നത്. അതേ വേഗതയിൽ ഡസൻ റൈസ് അയാളുടെ കയ്യിലിരിക്കുന്ന ആ പച്ച നിറത്തിലുള്ള വാളൊന്ന് വീശി
തലയ്ക്ക് മുകളിലൂടെ. ആയിരക്കണക്കിന് മണികൾ ഒരു അമ്പലത്തിൽ ഒന്നിച്ച് കാറ്റിടിച്ച് കിണുങ്ങുമ്പോൾ ഉണ്ടാകുന്ന അതേ ശബ്ദം പെട്ടെന്ന് ഡെസ്റ്റിന്റെ തലയ്ക്ക് മുകളിൽ കേൾക്കുകയാണ്. തലയ്ക്ക് മുകളിൽ മോൺഗോമറിയുടെ ആ ഒരു വാളല്ല ഉള്ളതെന്ന് ആ ശബ്ദം നമ്മളോട് പറയാതെ പറയുകയാണ്. അനവധി വാളുകളിൽ ഡെസ്മണ്ട് റൈസിന്റെ ആ വാളെന്ന് തട്ടിപ്പോയിരിക്കുകയാണ്. ആ വാൾ അങ്ങനെ തട്ടിത്തെറിച്ചതും മാർക്ക് മോൺഗോമറി ഡെസ്റ്റിനെ കവർ ചെയ്ത് മുൻവശത്തേക്ക് വീണു. ശരിക്കും അയാൾ സമ്മർ സൾട്ട് അടിച്ച് മുൻവശത്തേക്ക് വീഴുകയാണ്. അയാളുടെ കയ്യിൽ ഇപ്പോഴും ആ വാളുണ്ട്. ആ വാളുമായി ഒന്ന് തിരിഞ്ഞ മാർക്ക് മോൺഗോമറി ആ വാള് ഹൊറിസോണ്ടലായിട്ട് ഒന്ന് വീശി, ശരിക്കും ചരിച്ചിങ്ങനെ വീശുകയാണ്. മാർക്ക് മോൺഗോമറി വീശിയ വാള് ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് അങ്ങനെ ചരിഞ്ഞു പോകുമ്പോൾ നമ്മൾ കാണുന്നത് അനവധി വാളുകൾ അതേപോലെ പാസ് ചെയ്യുന്നതാണ്. നേരത്തെ മുകളിൽ നിന്ന് താഴേക്ക് അനവധി വാളുകൾ വന്നെങ്കിൽ ഇപ്പൊ ഇതാ വലത്തുനിന്നിടത്തേക്ക് ഒത്തിരിയേറെ വാളുകൾ ഇങ്ങനെ പാഞ്ഞു വരികയാണ്. ആ വാള് കടന്നു പോകുമ്പോൾ ഡെസ്മണ്ട് റൈസ് അയാളുടെ കയ്യിൽ വാൾ ഉപയോഗിച്ച് അതിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്. ഫ്ലെയിം സോർട്ട് നമ്പർ 1 എന്ന് പറഞ്ഞ ടെക്നിക്കാണ് അവിടെ മാർക്ക് മോൺഗോമറി ഉപയോഗിച്ചതെന്ന് അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്. ഫ്ലെയിം സോർട്ട് നമ്പർ 1 ഡെസ്മണ്ട് റൈസ് അത് തടുത്തതും ഫ്ലെയിം സോർട്ട് നമ്പർ 2 ഉണ്ടായി. ആ ഫ്ലെയിം സോർട്ട് നമ്പർ 2 ഒന്നിൽ നിന്ന് ലേശം വ്യത്യാസമുണ്ട്. ഹൊറിസോണ്ടൽ വാളുകൾക്കൊപ്പം ലേശം പൊക്കത്തിൽ നിന്ന് താഴോട്ടിരുന്ന വാളുകൾ കൂടി ഇപ്പൊ അവിടെ വിസിബിൾ ആണ്. യഥാർത്ഥത്തിൽ മാർക്ക് മോൺഗോമറിയുടെ കയ്യിലെ സിംഗിൾ വാളാണ് അവിടെ കളിക്കുന്നതെങ്കിലും ഒരു ആഫ്റ്റർ ഇമേജ് അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ചരിഞ്ഞുള്ള ആ വാളുകൾക്ക് പുറമെ ലേശം കുത്തനെയുള്ള വാളുകൾ കൂടി അവിടെ കാണാം. ആ വാളും ഡെസ്മണ്ട് റൈസ് ഡിഫെൻഡ് ചെയ്തു. ഉടൻ അടുത്ത അനൗൺസ്മെന്റ്, ഫ്ലെയിം സോർട്ട് നമ്പർ 3 അതും ഡെസ്മണ്ട് ഡിഫെൻഡ് ചെയ്തു. പതുക്കെ പതുക്കെ മാർക്ക് മോൺഗോമറിയുടെ അറ്റാക്കിന്റെ ശക്തി കൂടിക്കൂടി വരികയാണ്. ഡെസ്മണ്ട് റൈസ് കയ്യിലെ വാൾ ഉപയോഗിച്ച് ആ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അത് കാണുന്ന ഏതൊരാൾക്കും ആ കാര്യം പൂർണ്ണ ഉറപ്പാണ്. മാർക്ക് മോൺഗോമറിയുടെ നിരന്തരമായ അറ്റാക്കിൽ ലോഗൻ റൈസ് ആകെ പരിങ്ങുകയാണ്. ലോഗൻ ഡിഫെൻഡ് ചെയ്ത് സൈഡിലോട്ട് നീങ്ങുകയാണ്. ശരിക്കും ലോഗനെ ഓടിച്ചിട്ട് മാർക്ക് മോൺഗോമറി അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് ആ കാഴ്ച വിളിച്ചു പറയുന്നത്. 9 റൗണ്ടുകൾ പൂർത്തീകരിച്ചപ്പോൾ ഡെസ്മണ്ട് റൈസ് മാർക്കിനോട് പറഞ്ഞു, ഓക്കെ ഇത് മതി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡെസ്മണ്ട് റൈസ് ഈ വാൾ ഫൈറ്റ് തുടങ്ങിയതിന് ശേഷം ആദ്യമായി ആ വാൾ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. ശരിക്കും ഡെസ്മണ്ട് നിന്ന സ്ഥലത്ത് നിന്ന് ചാടി ഉയർന്ന ആ വാള് കൊണ്ട് മാർക്ക് മോൺഗോമറിയുടെ വാളിലേക്ക് ആഞ്ഞു വെട്ടിയത് ഡെസ്മണ്ടിന്റെ ആ പച്ച പിടിയുള്ള വാൾ 2ആയി അങ്ങ് ഓടിഞ്ഞു. ലോഗൻ റൈസിന്റെ ആ വാളിന് അത്ര ശക്തിയേ ഉള്ളെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. ആ വാള് ഒടിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്ക് മോൺഗോമറിയുടെ സംഘത്തിന് ശരിക്കും സന്തോഷമുണ്ടായി. അവരെല്ലാവരും ആഹ്ലാദത്തോടെ മാർക്ക് മോൺഗോമറി എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ ആ സുന്ദരി മാർക്കിനെ തന്നെ അങ്ങനെ ശ്രദ്ധിച്ചു നോക്കുകയാണ്. കാരണം മാർക്ക് ഇപ്പോൾ കുനിഞ്ഞു നിൽക്കുകയാണ്. മാർക്കിന്റെ കയ്യിലുണ്ടായിരുന്ന വാള് തറയിൽ കുത്തി നിർത്തിയിട്ടുണ്ട്. ആ വാളിൽ മാർക്ക് പിടിച്ചിരിക്കുകയാണ്. അയാൾ തറയിൽ വീഴാതെ ആ വാളിൽ പിടിച്ചിരിക്കുകയാണ്. ഡെസ്മണ്ട് റൈസിന്റെ ആ പച്ചപ്പിടിയുള്ള വാളിന്റെ അറ്റാക്കിൽ ശരിക്കും കാല് ഇടറിപ്പോയ മാർക്കിന്റെ കയ്യിൽ നിന്ന് വാളാണ് രക്ഷിച്ചെന്ന് പറയാം. ആ വാള് കയ്യിൽ നിന്ന് തറയിലേക്ക് കുത്തിയപ്പോൾ മാർക്ക് ആ വാള് പിടിച്ചെങ്കിൽ നിന്നുപോയതാണ്. മാർക്കിന്റെ ദേഹത്തൂടി വിയർപ്പ് ഒലിച്ചിറങ്ങുന്നുണ്ട്. മാർക്ക് ശരിക്കും ക്ഷീണിതനായെന്ന് വ്യക്തമാണ്. മാർക്ക് മോൺഗോമറി തറയിൽ കുത്തി നിർത്തിയിരിക്കുന്ന ആ വാളിൽ എങ്ങനെ പിടിച്ചു നിൽക്കുന്ന കാഴ്ച വല്ലാത്തൊരു അമ്പരപ്പാണ് അവിടെ നിൽക്കുന്ന കാണികൾക്കൊക്കെ ഉണ്ടാക്കിയത്. മാർക്കിന്റെ ശിഷ്യന്മാരും മറ്റ് ടീമുകളുടെ ആളുകളൊക്കെ അവിടെ ഉണ്ട്. അവരൊക്കെ വല്ലാത്തൊരു അതിശയത്തോടെ ആ സീനിലേക്ക് വീണ്ടും വീണ്ടും നോക്കുകയാണ്. മാർക്ക് മോൺഗോമറി സ്റ്റോണിയയിലെ അറിയപ്പെടുന്ന ഒരു യോദ്ധാവും ഗോഡ് ഓഫ് വാർ ഒക്കെയാണ്. അയാൾ കിരൺ ലോഗൻ റൈസിന് മുന്നിൽ പരാജയപ്പെട്ടു എന്നുള്ള വാർത്ത അവർക്ക് കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 11 കൊല്ലങ്ങൾക്ക് മുമ്പ് കിരൺ ഒരു സംഭവമാണ്. ഇപ്പോ കിരൺ ഒരു സംഭവമേ അല്ല എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. ആ കിരണിന് മുന്നിലാണ് ഇതാ മാർക്ക് പരാജയപ്പെട്ടിരിക്കുന്നത്. ആളുകൾ അമ്പരപ്പോടെ മാർക്ക് മോൺഗോമറി നോക്കുന്ന കണ്ടതും ഡെസ്മണ്ട് റൈസ് മാർക്കിനോട് പറഞ്ഞു, ഹേ മാർക്ക്, സ്റ്റോണിയയിലെ അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റേഴ്സിൽ ഏറ്റവും വീക്ക് നീ തന്നെയാണ്. നീ ആ ഹാൻ ഫാനിങ്ങിനേക്കാൾ വീക്കാണ്. ബെലാർമോ മാർഷൽ ആർട്സിന്റെ ആ പ്രമുഖ ശിഷ്യൻ ഹാൻ ഫാനിങ്ങുമായിട്ട് ഡെസ്മണ്ട് റൈസ് തലേ ദിവസം ഏറ്റുമുട്ടിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡെസ്റ്റിന് ഹാൻ ഫാനിങ്ങിന്റെ ശക്തി നന്നായിട്ട് അറിയാം. ഹാൻ ഫാനിങ്ങിന്റെ ശക്തിയുമായി കണക്കുകൂട്ടപ്പോൾ മാർക്ക് മോൺഗോമറി ഒന്നുമല്ല എന്ന് ഡസ്റ്റിൻ പറഞ്ഞപ്പോൾ മാർക്ക് ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ലോഗൻ, നീ അങ്ങനെ അങ്ങ് പറഞ്ഞ് എന്നെ അങ്ങ് ചെറുതാക്കണ്ട. ഞാൻ ഒരു സൈനിക ലീഡറാണ്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് അയാളുടെ ഊൾഫ് ടീമിന്റെ നേരെ നോക്കി. ശരിക്കും ചെന്നായിന്റെ ശൈലിയിലുള്ള ഡ്രസ്സ് ധരിച്ച ആ വൈറ്റ് ഊൾഫിനെ നോക്കി മാർക്ക് അവരോട് പറഞ്ഞു, അറ്റാക്ക്. കേൾക്കേണ്ട താമസം മാർക്ക് മോൺഗോമറി കൊണ്ടുവന്ന ആ 100 കണക്കിന് വൈറ്റ് വൂൾഫ് ടീം അവരുടെ കയ്യിലെ ആയുധങ്ങളുമായി ഡെസ്റ്റിന് നേരെ കുതിച്ചു. ശരിക്കും ലോഗൻ റൈസിന്റെ ശ്രദ്ധ
ഏതാനും മിനിറ്റുകൾ നേരത്തേക്ക് മാർക്ക് മോൺഗോമറിയിൽ നിന്ന് വൈറ്റ് വൂൾഫിലേക്ക് മാറ്റാനുള്ള മാർക്കിന്റെ ഒരു തന്ത്രമാണ് അവിടെ അരങ്ങേറുന്നത്. കഥ മനസ്സിലാക്കാതെ ആ വൈറ്റ് വൂൾഫ് അംഗങ്ങൾ ഡസൻ റൈസിന് നേരെ പാഞ്ഞു കയറി. ഡസൻ റൈസിന് നേരെ പാഞ്ഞു കയറിയ ആ വൈറ്റ് വൂൾഫ് അംഗങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകുമ്പോഴേക്കും അവരിൽ പകുതി ആളുകൾ തീർന്നിരുന്നു. അവരുടെ ഇടയിലേക്ക് പാഞ്ഞു കയറിയ ഡസൻ ഒരു താണ്ഡവം തന്നെ നടത്തിയെന്ന് പറയാം. ആയുധങ്ങളുമായി ഡസന് വളഞ്ഞ ആ വൈറ്റ് വൂൾഫ് അംഗങ്ങളെ നിരായുധനായാണ് ഡസൻ നേരിട്ടത്. ഡസന്റെ കൈയുടെ പവർ ഡസൻ നേരിട്ട വൈറ്റ് വൂൾഫ് അംഗങ്ങൾ അവരുടെ കണ്ണുകൊണ്ട് കണ്ടു. ഡസനടുത്തേക്ക് ഓടി വരുന്ന ചിലരൊക്കെ തൊട്ടു മുന്നിൽ ഓടിപ്പോയ ആള് ചിതറുന്ന കാഴ്ച വല്ലാത്തൊരു നെഞ്ചിടിപ്പോഴാണ് കണ്ടത്. ഡസൻ മുന്നോട്ട് കുതിക്കുമ്പോഴൊക്കെ ഡസന്റെ ഇടത് കൈയും വലത് കൈയും ഒരുപോലെ പഞ്ച് ചെയ്യാണ്. ശരിക്കും മുന്നിൽ കാണുന്ന എന്തിനും ഡസൻ ഇടിക്കുകയാണ്. ആ ഇടിയുടെ റിസൾട്ട് മുന്നിൽ നിൽക്കുന്ന ആളുടെ ബോഡി ചിതറുന്നതാണ്. ശരിക്കും പവർ പാക്ഡ് പഞ്ച് അങ്ങനെയും നമുക്ക് അതിനെ പറയാൻ പറ്റും. ഡസൻ റൈസ് ചാടി ഉയരുമ്പോൾ പലരും തലകൾ ചിതറുകയാണ്. അടി അടി അടി, എങ്ങോട്ട് തിരിഞ്ഞാലും അടിയാണ്. ഡസൻ റൈസിന്റെ താണ്ഡവം അവസാനിക്കുമ്പോൾ വൈറ്റ് വൂൾഫ് അംഗങ്ങൾ സകലരും ചിന്നിച്ചിതറി താഴെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് ആളുകളുടെ തല ചിതറിയിട്ടുണ്ട്. ചിലരുടെയൊക്കെ വയറ്റിനകത്തൂടി ഡസന്റെ കൈ കയറിപ്പോയതിന്റെ അടയാളം അവിടെ കാണാം. ആ ഭാഗമേ ഇല്ല. ഈ കാഴ്ച മാർക്ക് മോൺഗോമറിയുടെ പുറകിൽ കുറച്ച് ദൂരെയായി ഒളിഞ്ഞെന്ന് വീക്ഷിക്കുന്ന ആ സുന്ദരിയും നേരത്തെ ഡസനെ ആക്രമിച്ച് ജെയിംസും ഒക്കെ ശ്വാസം അടക്കി പിടിച്ചാൽ കണ്ടത്. അവർ അങ്ങനെ കാണുമ്പോൾ മാർക്ക് മോൺഗോമറി അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു ഉത്തേജക മരുന്ന് എടുക്കുകയും കഴിക്കുകയും ചെയ്തിരുന്നു. അയാളുടെ ഇന്റേണൽ മുറിവുകൾ വേഗം ഭേദമാക്കാനും ഒരു ഉത്തേജകം കിട്ടാനുമുള്ള മരുന്നാണ് അയാൾ കഴിച്ചത്. അയാൾക്ക് അല്പം സമയം കിട്ടാൻ വേണ്ടിയാണ് അയാൾ മനഃപൂർവ്വം അയാളുടെ ഗ്യാങ്ങിലെ ആളുകളെ ഡസന് മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തത്. വൈറ്റ് വൂൾഫ് അംഗങ്ങൾ മുഴുവൻ കൊല്ലപ്പെട്ടതും ഡസൻ റൈസ് മാർക്ക് മോൺഗോമറിക്ക് നേരെ തിരിഞ്ഞു. ഇനി നീ. ഡസൻ റൈസിന്റെ ആ വാചകം കേട്ട നിമിഷത്തിൽ മാർക്കിന്റെ വിരലിൽ നിന്ന് ഒരു വിറയലുണ്ടാവുകയാണ്. ശരിക്കും അയാൾ ഭയന്നു. താൻ ഗോഡ് ഓഫ് വാർ ആണ്, താൻ അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആണ്, സർവശക്തനാണ്. അങ്ങനെയൊക്കെ ഒരു ധാരണ മാർക്ക് മോൺഗോമറിക്ക് അയാളെ കുറിച്ച് സ്വയം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒന്നും തന്നെ ഇപ്പോ അയാളുടെ മനസ്സിലേക്ക് വരുന്നില്ല. ഇപ്പൊ വരുന്നത് ആകെ ഒരു ഭയമാണ്. ഡസൻ റൈസ് മാർക്ക് മോൺഗോമറിക്ക് നേരെ കുതിക്കാൻ തുടങ്ങിയതും ഒരു ശബ്ദം കാറ്റിനൊപ്പം അങ്ങോട്ട് എത്തുകയാണ്. അങ്ങനെ ഒരു ശബ്ദം കേട്ടതും സകലരുടെയും ശ്രദ്ധ ആ ശബ്ദം വന്ന ദിക്കിലേക്ക് മാറുകയാണ്. ആ ശബ്ദം വന്ന ദിക്കിൽ നിന്ന് ഒരു മനുഷ്യൻ ആകാശത്തൂടെ ഒഴുകി അവിടെ എത്തി. ശരിക്കും അയാൾ മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് ഏതാണ്ട് പറന്നു നടക്കായിരുന്നു പറയാം. അയാൾ ഒരു ശബ്ദത്തോടുകൂടി ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് ചാടി. രണ്ട് കാലിൽ അയാൾ അങ്ങനെ ചാടി നിൽക്കുമ്പോൾ നമുക്ക് അയാളെ അറിയാം. അത് സാക്ഷാൽ ഹാൻ ഫാനിങ് ആണ്. തലേദിവസം ഇസബല്ലയും അതുപോലെ വിക്ടോറിയയും കൂടി ഡസനെ കൊല്ലാനായി കെണിയൊരുക്കിയപ്പോൾ അന്ന് കൊല്ലപ്പെട്ടത് ഈ ഹാൻ ഫാനിങ്ങിന്റെ സഹോദരിയാണ്. ഹാൻ ഫാനിങ്ങിന്റെ സഹോദരിയുടെ കൊലപാതകവും ഡസനാണ് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഡസൻ നേരിട്ട ഹാൻ ഫാനിങ് ഇതാ വീണ്ടും ഡസന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ബെലാർമോ മാർഷൽ ആർട്സിന്റെ പുതിയ ജീനിയസ് എന്ന് ആളുകൾ വിളിക്കുന്നത് ഹാൻ ഫാനിങ്ങിനെയാണ്. ആ ഹാൻ ഫാനിങ് ഡസന് മുന്നിൽ എത്തിയതും ഡസനോട് പറഞ്ഞു, ലോഗൻ, നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു. ഹാൻ ഫാനിങ്ങിനെ അവിടെ കണ്ടതും മാർക്ക് മോൺഗോമറി ഹാനോട് പറഞ്ഞു, ഹാൻ, നിങ്ങൾ വന്നത് നന്നായി. ഹലോ മാർക്ക്, ഇനി ഞാൻ നോക്കാം. ഹാൻ, അരുത്, ഒറ്റയ്ക്ക് ലോഗന് നേരിടാൻ പറ്റില്ല, നമുക്ക് ടീമായി നേരിടാം. ഹേയ് മാർക്ക്, നിനക്ക് ചിലപ്പോ ആളുകളുടെ സഹായം ലോകനെ നേരിടാൻ വേണ്ടി വരുമായിരിക്കും. പക്ഷെ എനിക്ക് വേണ്ട. ഞാൻ നിനക്കാളൊക്കെ വളരെ ശക്തനാണ്. പരസ്യമായി ഗോഡ് ഓഫ് വാർ മാർക്ക് മോൺഗോമറിയേക്കാൾ ശക്തനാണ് താനെന്ന് പറയാൻ ഹാൻ ഫാനിങ്ങിന് ഒരു മടിയുമില്ല. അത് കേട്ടപ്പോ മാർക്കിന്റെ മുഖം ഒന്ന് വിളറി. അയാൾ വലിയ സംഭവമാണ് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ അല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നത്. മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ഹാൻ ഫാനിങ് ഡസനോട് പറഞ്ഞു, ലോഗൻ, നമുക്ക് സമയം കളയണ്ട, ആരംഭിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഡസനോട് പറഞ്ഞു, ഞാൻ റാത്ത് ഓഫ് കോഡി എന്നാണ് തുടങ്ങുന്നത്, ആദ്യം റാത്ത് ഓഫ് വിൻഡ്. അങ്ങനെ പറഞ്ഞ ഹാൻ ഫാനിങ് ഒന്ന് കറങ്ങുന്നതും അയാൾക്ക് ചുറ്റും ഒരു ചുഴി ഉണ്ടാവുകയാണ്. ശരിക്കും അയാൾക്ക് ചുറ്റുമുള്ള വായു ഒന്നിങ്ങനെ കറങ്ങി. ആ വായു അനവധി തവണ അയാൾക്ക് ചുറ്റും കറങ്ങിയതും ആ വായുവിനെ അയാൾ അതിശക്തമായി ഡസൻ റൈസ് നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിക്കുകയാണ്. ശരിക്കും അയാൾ ഒരു കൊടുങ്കാറ്റിനെ അവിടെ സൃഷ്ടിച്ചെടുത്തു എന്ന് പറയാം. അൺബിലീവബിൾ വേഗതയിൽ ഒരു കാറ്റുണ്ടാകുന്നു. ആ കാറ്റ് സർവ്വശക്തിയും ആർജിച്ചതും വൺ ഫോഴ്സോട് കൂടി അത് ഡസനെ എയിം ചെയ്തുകൊണ്ട് അയക്കുകയാണ്. ആ കാറ്റ് ഡസനെതിരെ പാഞ്ഞു വരുന്ന കണ്ടതും ഡസന്റെ ബോഡിക്ക് ചുറ്റും ഒരു മാറ്റം ഉണ്ടായി. ശരിക്കും ഒരു കടുവ ഡസന് ചുറ്റും ഉണ്ടായതുപോലെ ഒരു തോന്നൽ ആളുകൾക്കുണ്ട്. ഒരു വൈറ്റ് ടൈഗർ, ശരിക്കും ഒരു വൈറ്റ് ടൈഗർ ഡസന്റെ ബോഡിക്ക് ചുറ്റും ഉണ്ടാകുന്ന അതേ നിമിഷത്തിലാണ് ഹാൻ ഫാനിങ്ങിന്റെ ആ കൊടുങ്കാറ്റ്
ഡസൻ റൈസിന് നേരെ പാഞ്ഞു വരുന്നത്. ഡസൻ റൈസിന് നേരെ ആ കൊടുങ്കാറ്റ് പാഞ്ഞു വന്നതും ഡസന്റെ ബോഡിക്ക് ചുറ്റുമുണ്ടായ ആ വെളുത്ത ടൈഗർ മുന്നോട്ട് കുതിച്ചതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും ഒരു കടുവ ചാടുന്നത് പോലെ തന്നെയാണ് ആളുകൾക്ക് തോന്നിയ ഒരു ഫോഴ്സ് ഡസന്റെ ഭാഗത്തുനിന്നുണ്ടായി. ആ ഫോഴ്സും ഹാൻ ഫാനിങ്ങിന്റെ ആ റാത്ത് ഓഫ് വിൻഡും തമ്മിൽ കൂട്ടിയിടിച്ചതും ശരിക്കും തുല്യ ശക്തികൾ തമ്മിലുള്ള ഒരു ഇടി പോലെ ഫീൽ ചെയ്യുകയാണ്. വേവ്സ് അവിടെ എങ്ങനെ സ്പ്രെഡായി. ആ സ്പ്രെഡായ വേവ്സ് രണ്ട് ഭാഗത്തേക്ക് പോകുമ്പോൾ ആ വേവ്സ് ഇടിക്കുന്ന ഭാഗത്തുള്ള സകല ആളുകൾ കഷ്ണമായി ചിതറുകയാണ്. ഗ്രാൻഡ് മാസ്റ്റർ ലെവലിൽ താഴെയുള്ള ഒരാൾക്കും ആ വേവ്സിന്റെ ശക്തിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് സത്യം. ആ വേവ്സ് തട്ടുന്നത് മരങ്ങളും കല്ലുകളും ചെടികളും ഒക്കെ ആണെങ്കിലും ചിതറി തെറിക്കുകയാണ്. ശരിക്കും ഒരു രസകരമായ രംഗം. റാത്ത് ഓഫ് വിൻഡിനെ ലോഗൻ റൈസ് ഇതാ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ചിരിച്ചുകൊണ്ട് ഹാൻ ഫാനിങ് ഡസനോട് പറഞ്ഞു, ലോഗൻ, റാത്ത് ഓഫ് ഫയർ എന്ന ഹാൻ ഫാനിങ് പറയുന്നതും അയാളുടെ രണ്ട് കൈകളും ആകാശത്തിൽ ഉയർന്നു. ശരിക്കും ആ കൈകളുകൊണ്ട് അയാൾ ശൂന്യതയിലേക്ക് എറിയുകയാണ്. ആ കൈക്കകത്ത് ഒന്നുമില്ലെങ്കിലും ആ കൈയുടെ ആക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ കാണുന്നത് രണ്ട് തീജ്വാലകൾ അയാളുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. ആ തീജ്വാലകൾ ശരിക്കും മുന്നോട്ട് പോകുന്നതോറും രണ്ട് തീക്കുണ്ടങ്ങളായി മാറിയിരിക്കുകയാണ്. ആ തീക്കുണ്ടകൾ അതിവേഗതയിൽ ഡസൻ റൈസ് നേരെ പാഞ്ഞു വരുമ്പോൾ ഡസന്റെ ബോഡിയിൽ ഒരു മാറ്റം കൂടി ഉണ്ടായി. ശരിക്കും നല്ല ചുണ്ടു കൂർത്തിട്ടുള്ള ഒരു കൂറ്റൻ പക്ഷി ഡസന് ചുറ്റും ഉണ്ടായതുപോലെ ഒരു തോന്നൽ ആളുകൾക്കുണ്ടായ ആ നിമിഷത്തിൽ ആ പക്ഷി മുന്നോട്ട് കുതിക്കുകയാണ്. ആ പക്ഷി മുന്നോട്ട് കുതിക്കുമ്പോൾ ആ പക്ഷിയുടെ ചിറക് ശരിക്കും ശക്തമായി അടിക്കുന്ന ഒരു ഫീലുണ്ട്. ആ കാറ്റ് അതിശക്തമായി അടിച്ചതും നമ്മൾ കാണുന്നത് ആ കാറ്റിൽ റാത്ത് ഓഫ് ഫയറിന്റെ ആ തീ അണയുന്നതാണ്. ഒരു പുക അത് മാത്രമാണ് അവിടെ ഉണ്ടായത്. ആ പുക ഒന്ന് അടങ്ങുമ്പോൾ അവിടെ ആ പക്ഷിയുമില്ല, ആ തീക്കുണ്ടങ്ങളുമില്ല. റാത്ത് ഓഫ് ഫയറിനെ ഡസൻ റൈസ് സെക്കൻഡുകൾക്കുള്ളിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഹാൻ ഫാനിങ്ങിന്റെ ആ റാത്ത് ഓഫ് ഫയർ ഡസൻ റൈസ് സെക്കൻഡുകൾ കൊണ്ട് അവസാനിപ്പിച്ചപ്പോൾ ഹാൻ ഫാനിങ്ങിന്റെ മുഖത്ത് അതിശയൊന്നുമില്ല. അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരിയാണ്. അയാൾ അത് പ്രതീക്ഷിക്കുന്നു എന്ന് വ്യക്തമാണ്. ഡസൻ നേരത്തെ ഹാൻ ഫാനിങ്ങുമായി ഏറ്റുമുട്ടിയപ്പോൾ സ്വന്തം ബോഡി ഉപയോഗിച്ച് ഡിഫെൻഡ് ചെയ്യാനാണ് ശ്രമിച്ചെങ്കിൽ ഇപ്പോ ആ റാത്തുകളെ, അത് വിൻഡ് ആണെങ്കിലും ഫയർ ആണെങ്കിലും ഡസൻ തിരിച്ച് അറ്റാക്ക് ചെയ്യായിരുന്നു. അടുത്ത നിമിഷത്തിൽ ഹാൻ ഫാനിങ് ശ്വാസം ഒന്ന് വലിച്ചെടുത്തതും അയാളുടെ തൊട്ടു പുറകിലായി കറുത്ത നിറത്തുള്ള ഒരു രൂപം പ്രത്യക്ഷപ്പെടുകയാണ്. ശരിക്കും ഒരു നിഴലാണ്. ആ നിഴൽ അയാൾ ശ്വാസം വലിക്കുന്നതിനനുസരിച്ച് വലുതായി വരികയാണ്. ഒരു കൂറ്റൻ നിഴൽ രൂപമായി അതങ്ങ് മാറി. ആ നിഴൽ രൂപം അതിശക്തമായി വളർന്നതും കൈ ആകാശത്തേക്ക് പൊക്കി ഹാൻ ഫാനിങ് അയാളുടെ കൈ ഒന്ന് മുറുക്കിയിട്ട് ആകാശത്ത് ഒരൊറ്റ ഇടി. ശരിക്കും വായുവിൽ അയാൾ ഇടിക്കുകയാണ്. ഈ നിമിഷത്തിൽ അയാളുടെ പുറകിലുള്ള ആ കൂറ്റൻ രൂപം, ആ നിഴൽ രൂപം, ആ കറുത്ത രൂപം, അതിന്റെ കൈ അതേ ശൈലി മടക്കി ഒരൊറ്റ ഇടി. ആ ഇടിയുടെ ആക്ഷൻ ഉണ്ടാകുന്നതും ചെവിട് തുളച്ചു പോകുന്ന ശബ്ദം ഉണ്ടാകുകയാണ്. ആ നിമിഷത്തിൽ ഡസൻ റൈസിന്റെ തലയ്ക്ക് മുകളിൽ ഒരു ഡ്രാഗൺ രൂപപ്പെട്ടു. ശരിക്കും ഒരു ഗ്രീൻ ഡ്രാഗൺ എന്ന് പറയാം. ആ ഗ്രീൻ ഡ്രാഗൺ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഡസൻ റൈസിന് നേരെയാണ് ആ ഇടി ഹാൻ ഫാനിങ് തിരിച്ചുവിടുന്നത്. ശരിക്കും അതിശക്തമായ ഇടി ഡസൻ റൈസ് നേരെ പാഞ്ഞു വരുമ്പോൾ ആ ഇടിയുടെ ലക്ഷ്യത്തിലേക്ക് ആ ഗ്രീൻ ഡ്രാഗൺ ഒന്ന് പറന്നു. ആ ഗ്രീൻ ഡ്രാഗന്റെ മുന്നോട്ടുള്ള പറക്കൽ കണ്ണഞ്ചിക്കുന്ന വേഗതയിലാണ്. ഹാൻ ഫാങ്ങിന്റെ ആ നിഴൽ രൂപത്തിന്റെ ഇടി താഴേക്ക് വരുന്ന ആ നിമിഷത്തിൽ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായി. അടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് ഹാൻ ഫാനിങ്ങിനും ഡസനും ഇടയിൽ ശരിക്കും വലിയൊരു കുഴി രൂപപ്പെട്ടിരിക്കുന്നതാണ്. ആ കുഴികളുടെ അപ്പുറവും ഇപ്പുറവുമായി ഡസൻ റൈസും ഹാൻ ഫാനിങ്ങും നിൽക്കുകയാണ്. ഹാൻ ഫാനിങ്ങിന്റെ 3 റാത്തുകളെയും ഡസൻ റൈസ് ഇതാ നിഷ്പ്രയാസം പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ലോഗൻ ഇനി 4ാമത്തെ റാത്ത്. കഴിഞ്ഞ തവണ 3 റാത്തുകളെ ഡസനുമേൽ ഉപയോഗിക്കാൻ ഹാൻ ഫാനിങ്ങിന് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. 4ാമത്തെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ആദം സ്പാനർ രംഗത്ത് വന്നതുകൊണ്ട് അവിടെ ആ പദ്ധതി നടന്നില്ല. ഇതാ ഒരു സുവർണ അവസരം അയാൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതുവരെ അയാൾ ഒരു സ്ഥലത്തും റാത്ത് ഓഫ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടേ ഇല്ല. ഒരു കറണ്ട്, ഇലക്ട്രിക്കൽ കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് റാത്ത് ഓഫ് കറണ്ട് അഥവാ റാത്ത് ഓഫ് ലൈറ്റനിങ്. മിന്നലിന്റെ രൂപത്തിൽ ദൈവം ആളുകളെ ശിക്ഷിക്കുന്ന ആ നടപടിയിലേക്കാണ് ഹാൻ ഫാനിങ് കടക്കുന്നത്. ഹാൻ ഫാനിങ് അയാളുടെ വലത് കാൽ തറയിൽ നിന്ന് ആഞ്ഞ് ചവിട്ടപ്പോൾ അയാൾ ആകാശത്തേക്ക് ഒന്ന് ഉയരുകയാണ്. ശരിക്കും ഇപ്പോ ഹാൻ ഫാനിങ്ങിന്റെ ബോഡി ആകാശത്ത് അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. ആ നിമിഷത്തിലാണ് അയാൾ ശ്വാസം ഒന്ന് ഉള്ളിലേക്ക് വലിച്ചത്. പെട്ടെന്ന് അയാളുടെ ചുറ്റും ഒരു രൂപം നിഴൽ പോലെ കൂടെ ഉണ്ടായി. ആ നിഴൽ രൂപത്തിന്റെ വലിപ്പം അനുദിനം വർദ്ധിക്കുകയാണ്. നോക്കി നിൽക്കെ ഒരു വൻ രൂപമായി അതങ്ങ് മാറി. ഈ നിമിഷത്തിലൊക്കെ ഹാൻ ഫാനിങ് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയാണ്. ശ്വാസം അയാൾ വലിക്കുന്നതനുസരിച്ച് അയാളുടെ പുറകിലുള്ള നിഴൽ രൂപത്തിന്റെ വലിപ്പം ഒന്ന് വർദ്ധിച്ചു. ഹാൻ ഫാനിങ് ഡസ്റ്റോട് പറഞ്ഞു,
ലോഗൻ, ഇതിനു മുമ്പ് ആർക്കും റാത്ത് ഓഫ് ലൈറ്റ്നിങ്ങിനെ കുറിച്ച് ആരോടും പറയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. മിന്നലേൽക്കുന്ന ഒരാളും പിന്നീട് ആ കഥ പറയാനായി ജീവനോട് ഉണ്ടാകില്ല. ഇതാ റാത്ത് ഓഫ് ലൈറ്റ്നിങ് ഞാൻ നിനക്കെതിരെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഡസൻ റൈസിനെ നോക്കിക്കൊണ്ട് ഹാൻ ഫാനിങ് അങ്ങനെ പറയുമ്പോൾ ഈ കാഴ്ച പലയിടത്തും ഒളിച്ചിരുന്ന് കാണുന്ന ആളുകൾ പരസ്പരം പറയുന്നതും അക്കാര്യമാണ്. അതെ, ഇതുവരെ ആരും റാത്ത് ഓഫ് ലൈറ്റ്നിങ് കണ്ടിട്ടുണ്ടാവില്ല. കണ്ടവരാരും ജീവനോട് ഉണ്ടാകാത്തത് കൊണ്ട് ഇതാ നമ്മളാണ് ആദ്യമായി കാണാൻ പോകുന്നത്. അങ്ങനെ അവർ പറയുമ്പോഴേക്കും ഹാൻ ഫാനിങ്ങിന്റെ റാത്ത് ഓഫ് ലൈറ്റ്നിങ് ആരംഭിച്ചു. ഹാൻ ഫാനിങ് രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തി ഒരു സാധനത്തിൽ പിടിക്കുന്നത് പോലെ ആക്ഷൻ കാണിക്കുമ്പോൾ നമ്മൾ കാണുന്നത് തൊട്ടു പുറകുള്ള നിഴലും ആ രൂപത്തിൽ കൈ പിടിക്കുന്നതാണ്. ഹാൻ ഫാനിങ് തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തിയ ആ കൈ അതിശക്തമായി ഡസിന് നേരെ ഒന്ന് എറിഞ്ഞു. ഡസിന് നേരെ ഹാൻ ഫാനിങ് അങ്ങനെ എറിയുന്നതും തൊട്ടു പുറകുള്ള നിഴൽ രൂപത്തിൽ നിന്ന് അതേ ആക്ഷൻ ഉണ്ടായി. പക്ഷെ നെക്സ്റ്റ് സെക്കൻഡിൽ നമ്മൾ കാണുന്നത് അതിശക്തമായ ഒരു കുന്തം ഹാൻ ഫാനിങ്ങിന്റെ കൈക്ക് മുകളിൽ നിന്ന് താഴേക്ക് പായുന്നതാണ്. ഒരു തീ കുന്തം എന്ന് പറയാം. ശരിക്കും ഒരു മിന്നൽ ആകാശത്ത് താഴേക്ക് അങ്ങനെ വരികയാണ്, ഒരു കുന്തത്തിന്റെ അതേ ആകൃതിയിൽ. ആ കുന്തത്തിന്റെ ലക്ഷ്യം ഡസൻ റൈസിന്റെ നെഞ്ചാണ്. തന്റെ നെഞ്ച് ലക്ഷ്യമാക്കിക്കൊണ്ട് ആകാശത്ത് താഴേക്ക് പാഞ്ഞു വരുന്ന ആ സ്പിയർ ഡസൻ കാണുമ്പോഴേക്കും അതിന്റെ പുറകെ പിന്നെയും അനവധി കുന്തങ്ങൾ പാഞ്ഞു വരികയാണ്. ശരിക്കും ആകാശത്ത് നിന്ന് മിന്നലുകൾ താഴേക്ക് ഇങ്ങനെ വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പറ മിന്നൽ ഇങ്ങനെ വരികയാണ്. ശരിക്കും തീയും വാരി താഴേക്ക് എറിയും പോലെ മിന്നലുകൾ ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ ഡസൻ റൈസിന്റെ ബോഡിയിൽ ഒരു മാറ്റം ഉണ്ടായി. ഡസൻ റൈസിന്റെ ബോഡി ശരിക്കും ഒരു കിരണായി മാറി. ഡ്രാഗന്റെ തലയും സിംഹത്തിന്റെ കണ്ണുകളും കരടിയുടെ ഉടലും പുലിയുടെ കാലുകളും ഒക്കെയുള്ള ഒരു കൂറ്റൻ ജീവിയായി ഡസൻ റൈസിന്റെ ആ ബോഡി അങ്ങ് മാറുകയാണ്. ശരിക്കും കിരൺ എന്ന് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള ആ സംഭവം ഇതാ വിഷ്വലൈസ് ചെയ്യപ്പെടുകയാണ്. ഡ്രാഗന്റെ തല മുകളിലേക്ക് വന്നതും അതിനകത്തുനിന്ന് ഒരു നാക്ക് പുറത്തേക്ക് വരുന്നത് ഒരേ വേഗതയിലാണ്. ശരിക്കും ആ കിരൺ മുന്നോട്ടൊന്ന് കുതിച്ചതും കിരണ് നേരെ പാഞ്ഞു വരുന്ന ആ സ്പിയറുകൾ, ആ കുന്തങ്ങൾ അല്ലെങ്കിൽ കുന്തത്തിന്റെ ആകൃതിയിലുള്ള മിന്നലുകൾ കിരണിന്റെ ബോഡിയുമായി കൂട്ടിമുട്ടി. അടുത്ത നിമിഷത്തിൽ സ്ഫോടനങ്ങളുടെ ഒരു നിര തന്നെ ആ ഭാഗത്തുണ്ടാവുകയാണ്. ശരിക്കും രണ്ട് അതിശക്തരായ അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അവരുടെ ഇന്റേണൽ എനർജി ആ രൂപത്തിൽ പരസ്പരം ഉപയോഗിക്കുന്നതാണ്. കിരൺ മുന്നോട്ട് കുതിച്ചതും ആ സ്പീറുകൾ ഒടിഞ്ഞു എന്ന് മാത്രമല്ല, ആ സ്പീറുകളെ കടന്ന് മുന്നോട്ട് കുതിച്ച കിരൺ ഹാൻ ഫാനിങ് സൃഷ്ടിച്ച ആ അദൃശ്യ രൂപത്തിന്റെ നെഞ്ചിലൂടെ കടന്നങ്ങ് പോവുകയാണ്. ശരിക്കും ഒരു വലിയ തുള ആ അദൃശ്യ രൂപത്തിന്റെ നെഞ്ചിൽ വന്നിരിക്കുകയാണ്. ആ രൂപത്തിന്റെ നെഞ്ചിൽ അതിശക്തമായ ഒരു തുള ഉണ്ടായതും ആ രൂപം കഷ്ണം കഷ്ണമായി പൊട്ടിങ്ങി ചിതറി. ഒരു ഇലൂഷൻ പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ശരിക്കും മാജിക്കൽ പവർ ഉപയോഗിച്ചുള്ള ആ യുദ്ധത്തിന്റെ യഥാർത്ഥ റിസൾട്ട് നമ്മൾ കാണുന്നത് ഹാൻ ഫാനിങ് താഴേക്ക് വീഴുമ്പോഴാണ്. ഹാൻ ഫാനിങ്ങിന്റെ വായിലൂടെ രക്തം ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ശരിക്കും അയാൾ നിന്ന് കിതക്കുകയാണ്. തറയിലേക്ക് വീണ ഹാൻ ഫാനിങ് തല ഉയർത്തി ലോഗനോട് പറഞ്ഞു, ലോഗൻ, നീ നിന്റെ ശക്തി ശരിക്കും മറച്ചു വെച്ചു അല്ലേ? ഹേയ് ഹാൻ, ഞാൻ അതല്ല ചെയ്തത്. ഞാൻ എനിക്ക് പറ്റിയ എതിരാളിയല്ല നീ എന്ന് കരുതി നിന്നെ ഞാൻ വെറുതെ വിട്ടതാണ്. ലോഗൻ, നീ ശക്തനാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എന്നും നീ ഒന്നാമനായിരിക്കില്ല. ഞാൻ വാക്ക് പറയുന്നു, 3 കൊല്ലത്തിനകം ഞാൻ മടങ്ങുമെന്ന് നിന്നെ തോപ്പിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ഹാൻ ഫാനിങ് പെട്ടെന്ന് തൊട്ടടുത്തുള്ള മരത്തിന് മുകളിലേക്ക് ചാടി. ശരിക്കും ഒരു കുരങ്ങനെ അനുസ്മരിപ്പിക്കുന്ന ശൈലിയിൽ മരത്തിലേക്ക് ചാടി അയാൾ അതിവേഗം മരത്തിലേക്ക് ചാടി പോവുകയാണ്. ഈ കാഴ്ച കണ്ട മാർക്ക് മോൺഗോമറി ശരിക്കും വിറച്ചു തുടങ്ങി. അയാൾ ഹാൻ ഫാനിങ് സ്ഥലത്തെത്തിയപ്പോ ഒരു രക്ഷ കിട്ടി എന്ന് കരുതിയതാണ്. ഇപ്പൊ ഇതാ ഹാൻ ഫാനിങ് ലോഗനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ട് സ്ഥലത്തുനിന്ന് പിന്മാറിയിരിക്കുകയാണ്. താൻ പെട്ടുവെന്ന് മാർക്ക് മോൺഗോമറിക്ക് തോന്നിയ നിമിഷത്തിൽ മാർക്ക് ചില ശബ്ദങ്ങൾ കേട്ടു തുടങ്ങുകയാണ്. കുതിരക്കുളമ്പടികളുടെ ശബ്ദമാണ് അയാൾ കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കിയ മാർക്ക് മോൺഗോമറി അമ്പരപ്പിക്കുന്ന ആ കാഴ്ച കണ്ടു. ശരിക്കും അറ്റം അറിയാൻ പറ്റാത്ത ശൈലിയിൽ ഒരു സൈന്യം അങ്ങോട്ട് പാഞ്ഞു വരികയാണ്. വനത്തിന് അകത്തൂടെയുള്ള യാത്ര ആയതുകൊണ്ട് സകലരും ഉപയോഗിക്കുന്ന കുതിരകളാണ്. ആയിരക്കണക്കിന് കുതിരകൾ അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. ശത്രുവാണോ മിത്രമാണോ വരുന്നതെന്ന് മാർക്കിന് അറിയത്തില്ല. മാർക്ക് അമ്പരപ്പോടെ അങ്ങോട്ട് നോക്കുമ്പോൾ അതേ അമ്പരപ്പ് ഡസൻ റൈസിനും ഉണ്ട്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും ഒരു വൻ സൈന്യം അവിടെ എത്തപ്പെട്ടു. ആ മലയുടെ എല്ലാ ഭാഗവും ആ സൈന്യം വളഞ്ഞു എന്ന് പറയാം. ആ സൈന്യം ആ മല വളഞ്ഞതും അതിന് നേതൃത്വം കൊടുക്കുന്ന കമാൻഡോസ് മുന്നോട്ട് വന്നു. ആ കമാൻഡോസിനെ കണ്ടതും മാർക്ക് മോൺഗോമറിക്ക് ആശ്വാസമായി. പെട്ടെന്ന് മാർക്ക് മോൺഗോമറി മുന്നോട്ട് കയറി, ഞാൻ ഗോഡ് ഓഫ് വാർ മാർക്ക് മോൺഗോമറി നിങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ പോവുകയാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഒരു ശബ്ദം അവിടെ കേട്ടു, ഹേയ് മാർക്ക്, അത് വേണ്ട, ഞാനുണ്ട് ഇവിടെ. അങ്ങനെ ആ ശബ്ദം പറഞ്ഞതും
കമാൻഡോസിന്റെ പുറകിൽ നിന്ന് ഒരു മനുഷ്യൻ മുന്നോട്ട് വന്നു. ലേശം പ്രായമുള്ള ഒരു മനുഷ്യനാണ് മുന്നോട്ട് വരുന്നത്. ആ മനുഷ്യൻ മുന്നോട്ട് കയറുമ്പോൾ ശരിക്കും അതിശക്തമായ പ്രഷർ സകലർക്കും അനുഭവപ്പെടുന്നുണ്ട്. മാർക്ക് മോൺഗോമറി അയാളെ കണ്ടതും തലകുനിച്ച് അയാളെ വണങ്ങി. നെസ്റ്റർ പ്രണാമം. അതെ, അവിടേക്ക് കടന്നു വന്നത് വേൾഡ് ഷേക്കിംഗ് ലിസ്റ്റിലെ 10ാം റാങ്കുകാരനായ സാക്ഷൽ നെസ്റ്ററാണ്. സ്വിൻഡൽ വെച്ച് റൂഫസ് റൈസ് ആക്രമിക്കപ്പെട്ട സമയത്ത് റൂഫസ് റൈസിനെ രക്ഷിക്കാനായി ചക്രവർത്തി അയച്ച അതേ നെസ്റ്റർ ഇത് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. റൂഫസ് റൈസിനെ രക്ഷിച്ച നെസ്റ്റർ അന്ന് ഡസ്റ്റിനുമായിട്ട് ഒന്ന് ഉരസിട്ടാ പോയത്. ഡസ്റ്റിന് അവന്റെ അമ്മ കൊല്ലപ്പെട്ട ആ സംഭവത്തിൽ നെസ്റ്റർക്ക് പങ്കുണ്ടെന്ന് നേരത്തെ തന്നെ ഒരു തോന്നലുണ്ട്. ആ തോന്നൽ യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് ഡസ്റ്റിൻ അറിയാൻ പോകുന്ന നിമിഷമാണ്. ഡസ്റ്റിൻ നെസ്റ്ററെ കണ്ടതും നെസ്റ്ററോട് ചോദിച്ചു, അപ്പോ നിങ്ങളാണ് എന്റെ അമ്മയെ കൊന്നതല്ലേ? ഏയ് ലോഗൻ, നീ ഒരു കാരണവശാലും സ്വിൻഡനിൽ നിന്ന് ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു. ഈ സ്റ്റോണിയ നിനക്ക് വിലക്കപ്പെട്ട സ്ഥലമാണ്. നീ വെറും വീക്ക് ആയതുകൊണ്ടാണ് നിന്നെ ഞാൻ അന്ന് വെറുതെ വിട്ടത്. നീ പക്ഷേ അത് മനസ്സിലാക്കാതെ ഇവിടേക്ക് വലിഞ്ഞു കയറി. ഇന്ന് നീ അവസാനിക്കും. എനിക്കറിയാം നീ ശക്തനാണെന്നും നിനക്ക് ചിലപ്പോൾ സപ്പോർട്ട് കിട്ടുമെന്നും. പക്ഷേ ലോഗൻ, ഇന്ന് പക്ഷേ നീ അവസാനിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും നിനക്ക് വേണ്ട. നീ എന്റെ പുറകിൽ നിൽക്കുന്ന സൈന്യത്തെ കണ്ടോ? ശരിക്കും ആ സൈന്യത്തിന്റെ അറ്റം അങ്ങ് വിദൂരതയിലാണ്. നഗ്നനേത്രം കൊണ്ട് ആ സൈന്യത്തിന്റെ അറ്റം കാണാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് സൈന്യം അവിടെ അണിനിരന്നിരിക്കുന്നു എന്ന് വ്യക്തം. രാജ്യ തലസ്ഥാനം പ്രൊട്ടക്ട് ചെയ്യുന്ന 8 കമാൻഡോസ് ഉണ്ട്. ആ 8 കമാൻഡോസും അവരുടെ സൈന്യവുമാണ് നെസ്റ്റർക്ക് പിന്നിൽ അണിനിരന്നിരിക്കുന്നത്. നെസ്റ്റർ ഡസ്റ്ററോട് പറഞ്ഞു, ലോഗൻ, ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ആജ്ഞ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ്. ഇന്ന് നിന്നെ എനിക്ക് കൊന്നേ പറ്റൂ. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ഡസ്റ്റൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.